മക്കളെ ഹലോ, ഗുഡ് ഈവനിങ്. എടാ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ചേ. കേൾക്കുന്നുണ്ടോ? വാവ് സാറേ, അക്മലൊക്കെ ഇരിക്കണ ഇരിപ്പോക്ക് മോനേടാ, നേരെ ഇരിക്കടാ. ആ സുഖാണോ എല്ലാവർക്കും? സുഖാണെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ചേ. സുഖമാണ് അല്ലേ? സോ ലാസ്റ്റ് ലാപ്പിലൂടെ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കുമെന്ന് തോന്നുന്നു, റൈറ്റ്? അതെ, സ്കൂൾ എക്സാം സ്റ്റാർട്ട് ചെയ്ത ആരെങ്കിലും ഉണ്ടോ മക്കൾ? എക്സാം സ്റ്റാർട്ട് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വേവ് ചെയ്തേടാ. എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. സയൻസ് കഴിഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ചേ. സയൻസ് കഴിഞ്ഞിട്ടുള്ള ആരെങ്കിലും? ഇല്ലല്ലോ, ഇല്ല, സയൻസ് കഴിയാൻ ചാൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് ഒന്ന് കിടക്കുന്നതിന് മുന്നേ ഒന്ന് പ്രെയർ ചെയ്തിട്ട് ക്ലാസ്സിലേക്ക് പോകാം. സോ ലീറ്ററിനെ കണ്ടു സുഖല്ലേ മക്കളെ? എല്ലാവർക്കും സുഖമല്ലേടാ? സുഖമാണെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ചേ. കുറേ നാളായി നിങ്ങളെ കണ്ടിട്ട്. സുഖമാണ്. ഓക്കെ, എക്സാം ഒക്കെ ആയതിൻ്റെ ടെൻഷനുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ച്. ടെൻഷനുള്ളവർ, നമുക്കൊരിക്കലും ആവശ്യമില്ലാത്തൊരു സാധനമാണത്. നമുക്ക് വേണ്ട. എന്തിനാ ടെൻഷൻ? അതിനെക്കൊണ്ട് നമുക്ക് യാതൊരു ഉപകാരമില്ല. ഉണ്ടോ ആർക്കെങ്കിലും ടെൻഷനെ കൊണ്ട് എന്തെങ്കിലും ഉപകാരമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ച്. ടെൻഷൻ അടിച്ചാൽ എന്തെങ്കിലും ഉപകാരമുള്ളവർ? എൻ്റെ അറിവിൽ ടെൻഷൻ കൊണ്ട് ഉപകാരം ഉണ്ടാവില്ല. ബട്ട് നമുക്കൊരുപാട് നഷ്ടം ഉണ്ടാക്കാൻ, ഒരുപാട് ലോസ് ഉണ്ടാക്കാൻ കാരണക്കാരനാണ് ഈ ടെൻഷൻ, കേട്ടോ. അത് ഞാൻ വഴിയെ പറഞ്ഞു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇപ്പം എൻ്റെ മക്കൾ കുറച്ചുകൂടെ ആളുകൾ വീഡിയോ ഓൺ ചെയ്യാനുണ്ട്. കുറച്ചധികം പേര് ഇപ്പോഴും വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നു. വേഗം ഒന്ന് വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങ് തുടങ്ങാമായിരുന്നു. ഇപ്പം നിങ്ങൾ കരുതുന്നുണ്ടാവും, ഹേയ് സാർ ഇപ്പം എന്തിനാണ് വന്നിരിക്കുന്നത്? നമുക്ക് ആകെ 5 ചാപ്റ്ററാണ് ഉള്ളത്. ഈ 5 ചാപ്റ്റർ നമ്മൾ റിവിഷൻ കഴിഞ്ഞതാണല്ലോ, പിന്നെ എന്താ സാർ വന്നേക്കുന്നത്? അതാണോ ചിന്തിച്ചിരിക്കുന്നത്? അതാണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ച്. 5 എണ്ണം കഴിഞ്ഞു, പിന്നെ എന്താണ് ഈ ഇവിടെ? ഈ 5 എണ്ണം ഇല്ലേ, ഒന്നുകൂടെ 1 by 1 എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിൻ്റെ ഡേറ്റ് കഴിഞ്ഞു പോകും. അതുകൊണ്ട് ഒന്നുകൂടെ 1 by 1 അല്ല, ഇന്ന് നമ്മൾ ആ ടോട്ടൽ നമുക്ക് ബയോളജി പഠിക്കാനുള്ള ചാപ്റ്റേഴ്സിലെ ഒരു 3 ചാപ്റ്റേഴ്സ് ഓവറോൾ ഒന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് അല്ല, ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്താണല്ലോ. ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നു, ഇരുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ തിയറി പാർട്ടിൽ നിന്ന് ടച്ച് വിട്ടുപോയവരൊന്ന് ഡാറ്റ കാണിച്ച്. മൊത്തം തിയറി അല്ല, തിയറിയിൽ നിന്ന് കുറച്ചെങ്കിലും ടച്ചൊക്കെ പതിയെ വിട്ടു തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് സെർച്ച് ചെയ്യുന്നത് വേറെ ഒന്നുമല്ല, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ദാറ്റ് ഈസ് നമ്മൾ ഈ പറഞ്ഞ ചാപ്റ്റേഴ്സിൽ 3 എണ്ണത്തിൽ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് എടുക്കുവാണ്. ഈ 3 ചാപ്റ്റേഴ്സിൽ തിയറിറ്റിക്കലി നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് പറഞ്ഞു തരുന്നു. കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് എക്സ്പ്ലനേഷൻ ആവശ്യമുള്ളതിന് മാത്രം എക്സ്പ്ലനേഷൻ തരുന്നു. ഓക്കെ ആണെങ്കിൽ തംസ് കാണിച്ചോ. സോ പ്രിന്റഡ് മെറ്റീരിയലോ ടെക്സ്റ്റ് ബുക്കോ ഒക്കെ ഉള്ളവരാണെങ്കിൽ വേഗം ഒന്ന് എടുത്തു വെച്ചോളൂ, പെട്ടെന്ന് എടുത്തു വെച്ചോ. പിന്നെ ചില കാര്യങ്ങൾ, അതായത് എക്സാമിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ സാർ എന്ത് പറയും? ഇത് ഇപ്പം തന്നെ ഒന്ന് പഠിക്കാനായിട്ട് പറയും. ആ ഇപ്പം തന്നെ പഠിക്കാൻ പറയുന്ന സാധനം അതുപോലെ സ്ക്രീനിൽ കിടക്കുന്നുണ്ടാകും. അപ്പോൾ നിങ്ങൾ അപ്പം തന്നെ അതങ്ങ് പഠിക്കുന്നു, ഞാൻ അപ്പം തന്നെ ചോദിക്കുന്നു, നിങ്ങൾ ചിലരൊക്കെ അപ്പം തന്നെ ആൻസർ പറയുന്നു. ഓക്കെ ആണോടാ? ഓക്കെ ആണെങ്കിൽ ടാറ്റ കാണിച്ചോ. ഓക്കെ ആണ്, സെറ്റാണ്. അപ്പോൾ റെഡി അല്ലേ? റെഡി ആണെങ്കിൽ ഉഷാറായിട്ടൊരു ടാറ്റ കൈത എങ്ങനെ പിടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല എനർജിയിൽ ഒന്ന് കാണിച്ച് നോക്കട്ടെ. ഫുൾ എനർജി. കൈ നീട്ടി പിടിക്കേ. കൈ നീട്ടി ഇങ്ങനെ. കുറച്ച് ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നു സാർ. എന്തൊരു നിഷ്കളങ്കത. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ തന്നെ സ്റ്റാർട്ട് ചെയ്യാല്ലേ. ക്രോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് മാനേജ്മെന്റ് അല്ലേ മക്കളെ? ഈ ആദ്യത്തെ ചാപ്റ്റർ നിങ്ങളുടെ ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ചോ. ക്രോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് മാനേജ്മെന്റ് അല്ലേ? ആണോ? അതെ. ഇതിൽ എല്ലാം കൂടി ഒന്ന് വാരി വലിച്ച് ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കാൻ പറ്റത്തില്ല. ഇതിനകത്ത് സാർ കാണിച്ചു തരുന്ന അല്ലെങ്കിൽ പറഞ്ഞു തരുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കും, അത് മാർക്ക് ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് മൊമെന്റ് പ്രിപ്പറേഷൻ ആണ്. ഇനി പറയുന്ന കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. അതുകൊണ്ട് ബുക്കൊക്കെ എടുത്ത് വെച്ചോളൂ, വേഗം എടുത്തോളൂ. ബുക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്കോ അതേപോലെ തന്നെ മെറ്റീരിയലൊക്കെ പ്രിന്റ് ഔട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തു വെച്ചോ. അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ മാർക്ക് ചെയ്തോളാം. ഓക്കെ, ക്രോപ്പ് എന്താണെന്നൊക്കെ അറിയാമല്ലോ. എന്താണ് വാട്ട് ഈസ് എ ക്രോപ്പ് എന്നൊന്നും പറഞ്ഞൊരിക്കലും എക്സാമിന് ചോദിക്കത്തില്ല. വീറ്റും അതുപോലെ നമ്മുടെ പാഡിയും ഇതൊക്കെ ക്രോപ്പാണെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ആൻഡ് ഇത് രണ്ടും നമുക്ക് എക്സാമിന് ചോദിക്കും. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. മാർക്ക് ചെയ്ത് വെച്ചേ, ഇപ്പോഴേ മാർക്ക് ചെയ്ത് വെച്ചോളൂ. ഖാരിഫ് ക്രോപ്സ് ആൻഡ് റാബി ക്രോപ്സ്. ഓക്കെ, ഖാരിഫ് ക്രോപ്സും റാബി ക്രോപ്സും എക്സാമിന് ചോദിക്കും എന്ന് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ചോദിക്കുന്നത് കൊണ്ടാണ്. ഒരു 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് മെജോറിറ്റി സ്കൂളുകളും അത് ഇടാറുണ്ടാവുന്നത്. ക്വസ്റ്റ്യൻസ് ഇടാറുള്ളത് അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, ഇതില് നോക്കൂ, ഖാരിഫ് ക്രോപ്സ്. ഇതിൽ ആവശ്യമുള്ള സെന്റൻസ് പറയുമ്പോൾ ഇത് എന്തായാലും വേണം കേട്ടോ. ദ ക്രോപ്സ് which are sown in rainy season are called kharif crops or summer crops. എക്സാമ്പിൾ മസ്റ്റായിട്ടും പഠിക്കണം. പാഡി, മെയ്സ്, സോയാബീൻ, കോട്ടൺ,
ഗ്രൗണ്ട്നട്ട്, മില്ലറ്റ്സ് എക്സിട്ര. ഇതിൽ ഏതെങ്കിലും ഒരു 3 എക്സാമ്പിളെങ്കിലും പഠിക്കാമെങ്കിൽ മക്കളത് വേവ് ചെയ്തേ. എനി 3 എക്സാമ്പിൾസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എനി 3 എക്സാമ്പിൾസ് പഠിക്കാം. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് തോന്നുന്നത് പാഡി, സോയാബീൻ, സോയാബീൻ, മെയ്സ്, ഇങ്ങനെ പഠിച്ചാൽ മതി. അത് തന്നെ എളുപ്പമായിട്ടുള്ളതാണെങ്കിൽ ഇതിന് ആരാണ് വെച്ചാൽ വേണമെങ്കിൽ കോട്ടനോടെ പഠിച്ചു വെച്ചാൽ കോട്ടനൊക്കെ ഓർക്കാൻ എൻ്റെ അത്ര വലിയ പാട് അല്ലേ. കോട്ടൺ പഠിക്കാം, കുഴപ്പമൊന്നുമില്ല. സോ ഖാരിഫ് ക്രോപ്സ് പറയുന്നത് റെയിനി സീസൺസിലാണ് അത് സോൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ സമ്മർ ക്രോപ്സ് എന്നൂടെ പറയാറുണ്ട്. ഇതൊന്ന് നോട്ട് ചെയ്തിട്ടോളൂ. These crops generally grown from the month of June to September. ചോദിക്കും ഏതൊക്കെ മന്തിലാണ് അല്ലെങ്കിൽ ഏത് ടൈം പീരീഡിലാണ് നമുക്ക് ജൂൺ മുതൽ എത്ര വരെയാണ് സെപ്റ്റംബർ വരെയുള്ള മന്തിലാണ് ഈ ഒരു ക്രോപ്സിനെ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. സെറ്റ് ആണെങ്കിൽ ഒരു അടിപൊളി ചാറ്റ കാണിച്ചോ. അപ്പൊ ഇതിനകത്ത് പഠിക്കാനുള്ളൂ. ഫസ്റ്റ് ആദ്യത്തെ സെന്റൻസ്, ദെൻ എക്സാമ്പിൾസ്, എനി 3 എക്സാമ്പിൾസ്, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള 3 എക്സാമ്പിൾസ് ഏതെങ്കിലും. താഴെ വരുമ്പോൾ അത് ഏത് മന്തിൽ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ സോൺ ചെയ്യുന്നു, അത് കൃഷി ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഏത് മന്തിലാണ് എന്നുള്ളത് പറയാം. ഓക്കെ, എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അറിയാം, പഠിച്ചു വെച്ചാൽ മതി. അതിനകത്ത് കോട്ടൺ ഉണ്ട്, മില്ലറ്റ് ഉണ്ട്, ബാജ്റ ഉണ്ട്, മെയ്സ് ഉണ്ട്, റൈസ് ഉണ്ട്. കാസ്റ്റർ ഒന്നും പഠിക്കണമെന്നില്ല, നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾസ് അതിൽ നോക്കിയാൽ മതി. റാബി ക്രോപ്സ് നോക്കിക്കോളൂ മക്കളെ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റാബി ക്രോപ്സിൽ എന്ത് ചെയ്യുക, ഫസ്റ്റ് സെന്റൻസ് പഠിക്കാം. ദി ക്രോപ്സ് ദാറ്റ് ആർ ഗ്രോൺ ഇൻ വിന്റർ സീസൺ ആർ കോൾഡ് റാബി ക്രോപ്സ് ഓർ വിന്റർ ക്രോപ്സ്. സെറ്റ് ആണെങ്കിൽ തംസ് കാണിച്ചേടാ. വിന്റർ സീസണിൽ ഗ്രോ ചെയ്യുന്ന ക്രോപ്സ് ആണ് എന്ത് റാബി ക്രോപ്സ് പറയുന്നത്. എക്സാമ്പിൾസ് നമുക്ക് വീറ്റ് ഉണ്ട്, ഗ്രാം ഉണ്ട്, പീ ഉണ്ട്, മസ്റ്റർഡ് ഉണ്ട്, ലിൻസീഡ് ഉണ്ട്. വീറ്റ്, ഗ്രാം, പീ, ഇതാണ് സിമ്പിൾ ഓർഡറിംഗ് ടാറ്റ കാണിച്ച് അത് 3 പഠിച്ചാൽ മതി. എനി 3 എക്സാമ്പിൾസ് നിങ്ങൾക്ക്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, എക്സാമിന് ചിലപ്പോൾ ഇതിനകത്ത് റാബി ക്രോപ്സും ഖാരിഫ് ക്രോപ്സും പിക്ക് ചെയ്യാൻ പറഞ്ഞുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനകത്ത് ഈ പറയുന്ന ലിൻസീഡും മസ്റ്റർഡും ഒക്കെ ചോദിക്കാം. മനസ്സിലായോ ടാറ്റ കാണിച്ച് അത് മറക്കാതെ നോക്കിയിട്ടോളൂ കേട്ടോ. ദീസ് ക്രോപ്സ് ആർ ജനറലി ഗ്രോൺ ഫ്രം ദി മന്ത് ഓഫ് ഒക്ടോബർ ടു മാർച്ച്. മാർക്ക് ചെയ്ത് വെച്ചോളൂ. റാബി ക്രോപ്സ് ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള മന്തിലാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ഒക്ടോബർ ടു മാർച്ച് ആണ് കേട്ടോ. ഒക്ടോബർ ടു മാർച്ച് ആണ് നമുക്ക് എന്ത് റാബി ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഖാരിഫും റാബിയും സെറ്റ് ആണെങ്കിൽ അടിപൊളി ടാറ്റ കാണിച്ചേ ആണല്ലോ. വേഗം അങ്ങോട്ട് പഠിച്ചേ, വേഗം പഠിച്ചോളൂ. ഖാരിഫ് എന്താണ്, ഒരു 3 എക്സാമ്പിൾസ് മിനിമം പ്ലസ് ഏത് മന്തിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നു. ഈ പേജ് ഒറ്റ മിനിറ്റിനുള്ള കണ്ടന്റ് അതിനകത്തുള്ളൂ. ഒറ്റ മിനിറ്റ് ഇത് സ്ക്രീനിൽ കാണുന്നുണ്ടാകും. അത് കഴിഞ്ഞിട്ടുള്ള ഒറ്റ മിനിറ്റിൽ അടുത്ത റാബി ക്രോപ്സിന്റെ സ്ലൈഡോടെ സ്ക്രീനിൽ കാണുന്നുണ്ടാകും. അത് കഴിയുമ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ടാവും. ഓക്കെ, യെസ്, വേഗം നോക്കിക്കോ. ഞാനിവിടെ ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ചിലപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു സാധനം ഇങ്ങനെ വരത്തില്ലേ കാണുമ്പോൾ പഠിക്കാനായിട്ട്. അത് വന്നോട്ടെ, ഒരു പോസിറ്റീവ് എനർജി. കണ്ട, ഞാൻ പോസിറ്റീവ് ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേണമെങ്കിൽ എൻ്റെ ചുറ്റും പ്ലസ് ഇടാം. ഞാൻ ഫുൾ പോസിറ്റീവാണ്. ഓക്കെ അല്ലേ സാർ? ഇപ്പോൾ ഓക്കെ മക്കളെ, ഫുൾ പോസിറ്റീവാണ്. നെഗറ്റീവ് ആക്കരുത്. പഠിച്ചോളൂ. സാർ എന്നെ വേണമെങ്കിൽ സ്ക്രീനിൽ നിന്ന് മാറ്റിക്കോ. മക്കളെ നിങ്ങൾ 1 മിനിറ്റ് പഠിച്ചോളൂ. ഞാൻ ഇരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ നോക്കി ചിരിച്ചോണ്ടിരിക്കും. ഞാൻ കാണുന്നുണ്ട് എല്ലാവരും ചിരിച്ചോണ്ടിരിക്കുന്നത്. സാർ ഒന്ന് മാറ്റൂ, പഠിച്ചോ. 1 മിനിറ്റ് കേട്ടോ, 1 മിനിറ്റ്. മക്കളെ റാബി ക്രോപ്സ് കാണിക്കട്ടെ, റാബി ക്രോപ്സ് ഡിസ്പ്ലേ ചെയ്യട്ടെ. ഓക്കെ ആണെങ്കിൽ ഒന്ന് വേവ് ചെയ്തോ. ഖാരിഫിൽ 2 സെന്റൻസ് പ്ലസ് 2 എക്സാമ്പിൾസ്. ഓക്കെ, ദെൻ നമുക്കിവിടെ യെസ് റാബി ക്രോപ്സ് സ്ക്രീനിലുണ്ട്. സെന്റൻസ്, എക്സാമ്പിൾ, മന്ത്, അത്രയും പഠിച്ചാൽ മതി. മന്ത് സെന്റൻസ് ആയിട്ട് ഒന്നും പഠിക്കണ്ട കേട്ടോ. ഒക്ടോബർ ടു മാർച്ച് അത്രയും മതി. 1 മിനിറ്റ്. ഓക്കെ മക്കളെ, സാർ എന്നെ കൊണ്ടുവരൂ. പഠിച്ചു കഴിഞ്ഞോ? റാബിയും ഖാരിഫും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. സാർ അതൊന്ന് മിനിമൈസ് ചെയ്യണേ. പഠിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു 2 പേരോട് ഞാൻ ചോദിക്കാം. 2 പേര്. ആരായിരിക്കും 2 പേരെന്ന് നോക്കാം നമുക്ക്. സാർ ഞാൻ
ഹാൻഡ് റൈസ് ഒന്നും ചോദിക്കുന്നില്ല. ഞാനിങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ആരാണ് പെട്ടെന്ന് കണ്ണിൽ കിട്ടുന്നത്, ഞാൻ അയാളെ വിളിക്കും കേട്ടോ. ഓക്കെ സാർ, അപ്പൊ നമുക്ക് ദാ ഇവിടുന്ന് വിളിച്ചോ. ദാ ആരാത്? അതെ, കണ്ണടച്ച ആൾ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആരാണ്? ഫസൽ മുഹമ്മദ് ആണല്ലേ? ഫസലെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേടാ. എന്തേ നീ കണ്ണടച്ചിരിക്കുന്നത്? വിളിക്കില്ല എന്ന് എഴുതിയിട്ടാണോടാ? ഞാൻ കണ്ണടച്ചിരിക്കുന്നവരെ എന്തായാലും വിളിക്കും. പറഞ്ഞേ, എന്താണ് ഖാരിഫ് ക്രോപ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ആണോ? ഒരു 2 എക്സാമ്പിൾ പറയൂ. പാഡി, കോട്ടൺ. ഓക്കെ, ഗുഡ്. മ്യൂട്ട് ചെയ്തോളൂ. സെറ്റ്, അടിപൊളി സാർ. സാർ അടുത്ത ഒരാള് മേഘ. മേഘ എന്താ അത് സ്ക്രീനിൽ ഇത്ര നേരം പൊക്കി പിടിച്ചിട്ടുണ്ടായിരുന്നേ? ബുക്കായിരുന്നല്ലേ? ഇറ്റ്സ് ഓക്കെ. ഓക്കെ മേഘ, ഒരു കാര്യം ചെയ്യൂ. ഏത് മന്തിലാണ് ഖാരിഫ് ക്രോപ്സിനെ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ടാവുക? എന്താണ്? ജൂൺ ടു സെപ്റ്റംബർ. ഓക്കെ ആണോ? ഉറപ്പാണോ? എക്സാമ്പിൾ ഒരു 2 എണ്ണം പറയൂ. മെയ്സ് ആൻഡ് സോയാബീൻ, റൈറ്റ്? ഓക്കെ, ഗുഡ്. മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ സോ ഒരാളും കൂടെ, ഒരാളോട് ചോദിക്കാൻ പോവാണ് കേട്ടോ. സാർ ആ ഒരാൾ ഇസ്മായിൽ. അൺമ്യൂട്ട് ചെയ്ത് ഇസ്മായിലേ. ഇസ്മായിലേ, കേൾക്കുന്നുണ്ടോ? പറഞ്ഞോടെ, എന്താണ് റാബി ക്രോപ്സ്? സ്മൈൽ. എടാ, റാബി ക്രോപ്സ് എക്സാമ്പിളോ? Rabi crops are grown in winter season. It is also known as winter crops. Okay, example. Example. ഏതാണ്? പി. പിന്നെ മസ്റ്റാർഡ്. ഓക്കെ, ഗുഡ്. മ്യൂട്ട് ചെയ്തോ മകളെ. അപ്പോ റാബിയും ഖാരിഫും ഓക്കെ ആണെങ്കിൽ ഒരു അടിപൊളി ടാറ്റ കാണിച്ചേ. സിമ്പിൾ ആണ് കേട്ടോ, സംഭവം സിമ്പിൾ ആണ്. ഞാൻ ചോദിക്കും, എനിക്കൊന്നും ചില ആളുകൾക്ക് ഈ ചാപ്റ്റർ സ്കൂളിൽ ഉണ്ടാവത്തില്ല. ഇത് കഴിയുമ്പോൾ വരുന്ന അടുത്ത 2 ചാപ്റ്റേഴ്സ് എന്തായാലും ഉണ്ടാവും. സ്കൂളിൽ എക്സാമിന് ചിലപ്പോൾ ഈ ഒരു ചാപ്റ്റേഴ്സ് എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുന്ന സ്കൂളുകൾ കാണാം. അപ്പൊ അതുകൊണ്ട് അടുത്ത ചാപ്റ്റേഴ്സ് വരുന്നവരെ ജസ്റ്റ് നിങ്ങൾ വേണമെങ്കിൽ, ഇതില്ലാത്തവരാണ് ഞാൻ പറഞ്ഞ കേട്ടോ, ഇത് സ്കൂളിൽ എക്സാമിനുള്ളവർ ഇത് ശ്രദ്ധിച്ചിരുന്നോളണം. ബാക്കിയുള്ളവർ വേണമെങ്കിൽ അടുത്ത ചാപ്റ്റർ നോക്കിക്കോളൂ. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് ഏതൊക്കെയാണെന്ന് ജനറലൈസ് ചെയ്ത് ചോദിക്കാം. അങ്ങനെ ചോദിക്കത്തില്ല. സോയിൽ പ്രിപ്പറേഷന്റെ കേസിൽ മക്കളെ പ്ലവിങ് പഠിക്കണം കേട്ടോ, ഇമ്പോർട്ടൻറ്റ്. മാർക്ക് ചെയ്ത് വെച്ചോളൂ. പ്ലവിങ് ഇമ്പോർട്ടൻ്റ് ആണ്. ദ പ്രോസസ് ഓഫ് ലൂസനിങ് ആൻഡ് ടേണിംഗ് ദ സോയിൽ ഇസ് കോൾഡ് പ്ലവിങ് ഓർ ടില്ലിങ്. ഇറ്റ് ഈസ് ഡൺ ബൈ യൂസിങ് എ പ്ലവ്. ദാ ഇതല്ലേ പ്ലവ് ആണെങ്കിൽ ടാറ്റ കാണിച്ചേ. ദിസ് ഈസ് എ പ്ലവ് ആണോ? ആണെങ്കിൽ ടാറ്റ കാണിച്ചോ. അപ്പൊ പ്ലവിങ് മാർക്ക് ചെയ്ത് വെച്ചോളൂ. മാർക്ക് ചെയ്ത് വെച്ചോ കേട്ടോ. ഒരു 1 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് പ്ലവിങ് എന്ന് പറയുന്നത്. അതിന് യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഈ സാധനമാണ് നമ്മുടെ പ്ലവ് എന്ന് പറയുന്നത്. ഓക്കെ, സെറ്റ് ആണെങ്കിൽ ഒന്ന് വേവ് ചെയ്തേ. ലൂസനിങ് ആൻഡ് ടേണിംഗ് ദ സോയിൽ. സോയിലെ ലൂസ് ആക്കി എടുക്കുക, അതായത് കട്ടി പിടിച്ചിരിക്കുന്ന സോയിൽ ആ ഒരു മൊത്തത്തിൽ എന്താ ഒന്ന് ഇളക്കി മറിച്ചെടുക്കുന്ന പ്രോസസ് ആണ് ഈ പറയുന്ന പ്ലവിംഗ് എന്ന് പറയാം. ആൻഡ് ഇവിടെ ഒരു കാര്യം ഇതിനകത്ത് നിങ്ങൾക്ക് ആഡ് ചെയ്യണ്ട. ഇതല്ലേ പ്ലവ് ഇതാണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ചേ. ഇത് എക്സാമിന് ഇതിന്റെ ലേബലിംഗ് ചോദിക്കും മക്കളെ. അപ്പൊ ഇവിടെ നമുക്ക് ഒരു പ്ലവ് ഷാഫ്റ്റ് കാണാൻ പറ്റും. ദാ ഇവിടെ ഉണ്ട്, ദാ ഇവിടെ ഉണ്ട്. ആ നീണ്ടിരിക്കുന്ന നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ പിടിക്കുന്ന പോർഷൻ അല്ലേ പ്ലവ് ഷാഫ്റ്റ് എന്ന് പറയുന്നതാണെങ്കിൽ ടാറ്റ കാണിച്ചേ. ആണ്. ഓക്കെ, അത് കൂടാതെ പ്ലവ് ഷെയർ കണ്ടോ, പ്ലവ് ഷെയർ എന്ന് പറയും. അത് കണ്ടോ, കണ്ടെങ്കിൽ ടാറ്റ കാണിച്ചോ. പ്ലവ് ഷെയർ, ആ ട്രയാങ്കുലർ പോയിന്റഡ് എൻഡ് ഉള്ളത് ദാ ഇവിടെ ഉണ്ട്, ഇവിടെയും കൊടുത്തിട്ടുണ്ട്.
രണ്ടെണ്ണം വൃത്തിയായിട്ട് അങ്ങ് ലേബിൾ ചെയ്യാൻ പഠിച്ചേക്കാം. സെറ്റാണോ? സെറ്റാണെങ്കിൽ ടാറ്റ കാണിച്ചോ. മറക്കരുത് സ്ട്രക്ചർ അല്ലെങ്കിൽ പിക്ചർ, ഇതിന്റെ ഈ ഒരു പ്ലവിന്റെ സ്ട്രക്ചർ വൃത്തിക്ക് പഠിച്ചു വെച്ചോ കേട്ടോ. 1-2 സ്കൂളുകളിൽ ഞാൻ കണ്ടിരുന്നതാണ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ ഇമ്പോർട്ടന്റ് ആണ് ഇതിന്റെ ഫിഗർ. അതുകൊണ്ട് മാർക്ക് ചെയ്ത് വെച്ചു, ബുക്കിൽ മാർക്ക് ചെയ്ത് വെക്കും. ഫിഗർ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് നോട്ട് ചെയ്ത് വെച്ചു. അല്ലെങ്കിൽ ലാസ്റ്റ് മൊമെന്റ് പഠിക്കുന്ന സമയത്തെ നമ്മളെല്ലാം കൂടെ നോക്കുമ്പോൾ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാനായിട്ട്. ആൻഡ് ഇവിടെ യെസ്, ലെവലിംഗ് ഡെഫിനിഷൻ മാത്രം പഠിച്ചാൽ മതി. കണ്ടോതാ, leveling of soil is done with the help of leveler. The ploughed field may have big pieces of soil called crumbs. Leveling helps to break these crumbs with a plank and prevents the loss of moisture from the loose soil. സെറ്റ് ആണെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ച മക്കളെ. സെറ്റ് ആണല്ലോ. ലെവലിംഗ് വേറെ ഒന്നും ഇല്ലടാ, നമ്മൾ പ്ലവിങ് കഴിഞ്ഞാൽ ലാൻഡില്ലേ ഇടിച്ച് നിരത്തി കറക്റ്റാക്കി ലെവലാക്കി വെക്കുന്നു. ഓക്കെ ആണെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ച്, അത്രേ ഉള്ളൂ ലെവലിംഗ്. നമ്മൾ കയ്യിൽ നിന്ന് നിങ്ങളുടെ ഓൺ സെന്റൻസ് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. മാന്യൂറിങ് അഗെയിൻ അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. കണ്ടിന്യൂസ് ഗ്രോയിങ് ഓഫ് ക്രോപ്സ്, അതൊന്നും വേണമെന്നില്ല. യെസ്, ഫാമേഴ്സ് ഹാവ് ടു ആഡ് മാന്യൂർ ടു ഫീൽഡ് ടു റെപ്ലനിഷ് ദ Farmers have to add manure to the field to replenish the soil with the nutrients. This process is called manuring. ഇത്രയും ഓക്കെ ആണെങ്കിൽ എൻ്റെ മക്കളൊന്ന് വേവ് ചെയ്ത്, അത്ര എന്തായാലും വേണം കേട്ടോ. അതിൽ കുറവൊന്നും ഇല്ല, അത് മിനിമം പോയിന്റ് ആണ്. അതില്ലാതെ നമുക്ക് നോ വേ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത് നിർബന്ധമായിട്ടും പഠിക്കാം. ഓക്കെ, സെറ്റാണോ? മാന്യൂറിങ് ഓക്കെ ആണെങ്കിൽ ഒന്ന് വേവ് ചെയ്തേ, ഇമ്പോർട്ടന്റ് ആണ്. മാന്യൂറിങ് ഓക്കെ ആണല്ലോ, മറക്കരുത്. ഈ പറയുന്ന സാധനങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ബുക്കിൽ എഴുതി മാർക്ക് ചെയ്ത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ, മറക്കണ്ട. അഗ്രികൾച്ചറൽ ഇംപ്ലിമെന്റ്സിലേക്ക് വരുമ്പോൾ നമ്മൾ ഓൾറെഡി പ്ലവിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? പറഞ്ഞിരുന്നെങ്കിൽ ടാറ്റ കാണിച്ചേ. യൂസ് ചോദിക്കും. ടില്ലിംഗ് സോയിൽ, ആഡിങ് മാന്യൂർ, ഫെർട്ടിലൈസേഴ്സ്, റിമൂവിങ് വീഡ്സ് ആൻഡ് ടേണിംഗ് ദ സോയിൽ. ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോ മക്കളെ. പ്ലവിന്റെ സ്ട്രക്ചർ ചോദിക്കുന്നത് പോലെ തന്നെയാണ്. വാട്ട് ആർ ദ യൂസസ് ഓഫ് എ പ്ലവ്? ഒരു പ്ലവ് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടൊക്കെയാണെന്ന് ചോദിച്ചാൽ മക്കളെ ഇത് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് വീഴും, ഉറപ്പാണ്. ടില്ലിങ്ങിന് ഉപയോഗിക്കും, ടില്ലിംഗ് പ്രോസസ്സുകൾക്ക് ഉപയോഗിക്കും, അതായത് മണ്ണ് ടില്ല് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. ദെൻ മാന്യൂവേഴ്സും ഫെർട്ടിലൈസേഴ്സും ആഡ് ചെയ്യുന്ന സമയത്തും എന്താണ്, ആ സോയിലിൽ നിന്ന് ഇളക്കിയെടുക്കാനായിട്ട് ഉപയോഗിക്കും. വീഡ്സും അതുപോലെ തന്നെ വീഡ്സിനെ റിമൂവ് ചെയ്ത് കളയാനായിട്ട്, സോയിലിനെ ഒന്ന് ടേൺ ചെയ്ത് മിക്സ് ചെയ്തെടുക്കാനായിട്ടൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കും? ഈ പ്ലവ് ഉപയോഗിക്കാറുണ്ട്. സെറ്റ് ആണെങ്കിൽ ഡബിൾ തംസ് ഇട്ടേ മക്കളെ സ്ക്രീനിൽ. ഓക്കെ ആണല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. പ്ലവിന്റെ സ്ട്രക്ചർ, അതിന്റെ യൂസസ്, ദാറ്റ്സ് ഇറ്റ്. ദെൻ ഇവിടെ അത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ പിക്ചറിൽ മാർക്ക് ചെയ്യാൻ പഠിക്കുന്നത് പറഞ്ഞത് ഓർക്കുന്നവർ ടാറ്റ കാണിച്ച ലാസ്റ്റ് വൺ. സ്ട്രോങ് ട്രയാങ്കുലർ അയൺ സ്ട്രിപ്പ്, അതങ്ങനെ തന്നെ പഠിച്ചോട്ടോ. ട്രയാങ്കുലർ അയൺ സ്ട്രിപ്പ്, ആ ഷേപ്പ് ഓർക്കണം. ട്രയാങ്കുലർ അയൺ സ്ട്രിപ്പ് ആണ്, അതിനെയാണ് നമ്മൾ പ്ലവ് ഷെയർ എന്ന് പറയാം. പ്ലവ് ഷെയർ എന്ന് പറയാ. സെറ്റ് ആണോ? സെറ്റ് ആണെങ്കിൽ തംസ് വേഗോട്ടെ. ഓക്കെ അല്ലേ? അപ്പൊ യൂസ് കിട്ടി, സ്ട്രക്ചർ കിട്ടി, പാർട്സ് ഓക്കെ ആണ്. ഓക്കെ, ദെൻ പിന്നെ ഒരു കാര്യം കൊണ്ട് ഇട്ടോ മക്കളെ, ഇത് നമ്മൾ കയ്യിൽ കൊണ്ടെടുക്കുന്ന ഒരു സാധനമാണോ? നമ്മളിത് കൈ കൊണ്ടാണോ ഇങ്ങനെ കളച്ചോണ്ടിരിക്കുന്നത്? ആണെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ചേ. അല്ലെങ്കിൽ ഒന്ന് വേവ് ചെയ്ത്. അല്ലെങ്കിൽ അല്ല സാർ, നമ്മളല്ല ഇത് കൈ കൊണ്ട് ചെയ്യുന്നത്. നോക്കിക്കാൻ മക്കളെ, മേഡ് അപ്പ് ഓഫ് വുഡ് ആൻഡ് ഇസ് ഡ്രോൺ ബൈ എ പെയർ ഓഫ് ബുൾസ് ഓർ അതർ അനിമൽസ് ലൈക്ക് ഹോഴ്സസ്, ക്യാമൽസ് എക്സെട്ര. കണ്ടിട്ടില്ലേ മക്കളെ? പിക്ചേഴ്സിൽ കണ്ടിട്ടുണ്ടോ? കണ്ടോ സാധനം കണ്ടോ? 2 ബുള്ളിന്റെ അല്ലെങ്കിൽ 2 ക്യാമൽസിന്റെ അങ്ങനെയുള്ള എന്തെങ്കിലും അനിമൽസ് ആയിക്കോട്ടെ, അതിന്റെ ബാക്കിൽ ഇതേപോലെ വെച്ച് കെട്ടിയിട്ടായിരിക്കും ഇത് കൾട്ടിവേറ്റിംഗ് ലാൻഡുകളിൽ ഫാമേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടാവുക. കത്തിയവർ മാത്രം ഒന്ന് വേവ് ചെയ്തേ. സാധനം എന്താന്ന് മനസ്സിലായല്ലോ? ഓക്കെ ആണല്ലോ, പ്രശ്നമൊന്നുമില്ല, സിമ്പിൾ ആണത്, ഭയങ്കര സിമ്പിൾ ആണ്. ഓക്കെ, ദെൻ പ്ലഫ് ഷാഫ്റ്റ്, ഇതും നമ്മൾ പറഞ്ഞല്ലോ അല്ലേ? അപ്പൊ പ്ലഫ് ഷെയർ മറക്കരുത്, പ്ലഫ് ഷാഫ്റ്റ് മറക്കരുത്. ഇത് രണ്ടും ആണ് എപ്പോഴും ചോദിക്കുക. യൂസസ്, അതിന്റെ സ്ട്രക്ചർ, ഈ ഒരു പിക്ചർ. ഓക്കെ, സെറ്റ്. ദെൻ ഹോ, അറിയാലോ പ്ലവ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ആരും, ഹോയും. ഓക്കെ, ഹോല് ഒരു ഹാൻഡിലുണ്ട്, ഇവിടെയും ഹാൻഡിലുണ്ട്. ഓക്കെ, ദെൻ ഒരു ബെൻഡ് പ്ലേറ്റ് കമ്പൽസറി ആയിട്ടോ കേട്ടോ, കമ്പൽസറി ആയിട്ട്. ഞാനൊരു സെക്കൻഡ്, ദാ ഈ ബെൻഡ് പ്ലേറ്റും ഈ ഹാൻഡിലും ഇവിടെ ഉണ്ട്. ഹാൻഡിൽ ബെൻഡ് പ്ലേറ്റ് ഉറപ്പായിട്ടും പഠിച്ചു വെച്ചോളാം. അതിൽ ആദ്യം പറഞ്ഞ പാർട്സ് ആണ് ലേബിൾ ചെയ്യണമെങ്കിൽ ഇതിൽ ഈ പാർട്സ്. ഇതിൽ ഫസ്റ്റ് ഫിഗർ ആണ് നിങ്ങളുടെ ബുക്കിലുള്ളതെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ച്. NCERT ടെക്സ്റ്റിലുള്ളത് ഫസ്റ്റ് ഫിഗർ ആണോ? ആണെങ്കിൽ വൃത്തിയായിട്ട് ഇതാ ഈ ബീമും റോഡും ഗ്രിപ്പും കൂടെ ഒന്ന് മാർക്ക് ചെയ്യാൻ പഠിച്ചോളൂ കേട്ടോ. ഇത് നിങ്ങൾ കൂടുതലും പക്ഷെ കണ്ടിട്ടുണ്ടാവുക ഈ സെക്കൻഡ് വൺ ആണെങ്കിൽ ടാറ്റ കാണിച്ച്.
നമ്മൾ കണ്ടിട്ടുണ്ടാവുക കൂടുതൽ സെക്കൻഡ് വണ്ണാ, പക്ഷെ നമ്മൾ NCERT ടെക്സ്റ്റ് ബേസ് ചെയ്ത് വരുമ്പോൾ ആ ഒരു ഫസ്റ്റ് ഫിഗർ ആയിരിക്കും അവിടെ കൊടുത്തിട്ടുണ്ടാവും. അതിൽ ബെഞ്ച് പ്ലേറ്റിനും അതുപോലെ നമ്മുടെ ഹാൻഡിലിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക ലേബലിംഗിൽ. അത് കഴിഞ്ഞാൽ പിന്നെ ബീം ഉണ്ട്, റോഡ് ഉണ്ട്, ഗ്രിപ്പ് ഉണ്ട്, അത്രയും കാര്യങ്ങളോട് ഒന്ന് ലേബിൾ ചെയ്യാൻ പഠിച്ചേക്കാം. ഓക്കെ ആണെങ്കിൽ ഒന്ന് വേവ് ചെയ്തോളൂ. ഇനി അതിന്റെ യൂസ് നോക്കിക്കാൻ നമ്മൾ ആ ഒരു പ്ലവിന്റെ യൂസ് പറഞ്ഞ പോലെ തന്നെയാണ് മക്കളെ. ഹോ ഇസ് യൂസ്ഡ് ഫോർ റിമൂവിംഗ് വീഡ്സ് ആൻഡ് ഫോർ ലൂസൻഡ് സോയിൽ. സോയിലിനെ ലൂസൻ ചെയ്യാനും അതുപോലെ വീഡ്സിനൊക്കെ കിളച്ച് ഇങ്ങനെ എടുത്ത് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോ ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് അത് വുഡൻ റോഡ് ആയിരിക്കാം അല്ലെങ്കിൽ അയൺ റോഡ്. ഈ റോഡ് എന്ന് പറഞ്ഞ ഹാൻഡിൽ ഉണ്ടല്ലോ മക്കളെ, ഈ ഹാൻഡിൽ ഇല്ലേ, അത് വുഡും കൊണ്ടുള്ള ഹാൻഡിൽ ആകാം, അല്ലെങ്കിൽ ചിലപ്പോ അയൺ റോഡ് ഇരുമ്പിന്റെ ആവാം. നിങ്ങൾ പണ്ടത്തെ നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സ് യൂസ് ചെയ്തിരുന്ന വുഡൻ ഹാൻഡിലും കൊണ്ടുള്ള ഹോ കണ്ടിട്ടുള്ള ഒരു ഡാറ്റ കാണിച്ച്, വുഡിന്റെ ഹാൻഡിൽ, അതായത് മരത്തിന്റെ കഷ്ണമായിരിക്കും ഹാൻഡിലായിട്ട് യൂസ് ചെയ്യാം. പക്ഷെ ഇപ്പൊ വന്നു കഴിഞ്ഞപ്പോൾ എന്താണ്, ഈ പറയുന്ന ബെഞ്ച് പ്ലേറ്റിനോട് വെൽഡ് ചെയ്ത് ചേർത്തിരിക്കുന്ന അയണിന്റെ ആ ഒരു പീസ് അല്ലേ കാണാം, നീണ്ട അയൺ റോഡാണ് നമ്മൾ അതിന്റെ ഹാൻഡിലായിട്ട് യൂസ് ചെയ്യുക കേട്ടോ. അപ്പൊ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, ദെൻ നമുക്ക് കൾട്ടിവേറ്റർ മക്കളെ ഇമ്പോർട്ടൻ്റ് ആണ്, കുറേ എക്സാമിന് ചോദിക്കുന്നതാണ് കേട്ടോ. കുറേ വർഷങ്ങളായിട്ട്, അതായത് സിലബസിനകത്ത് ഈ സാധനം എന്നാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അന്ന് മുതൽ ചോദിക്കുന്ന സാധനമാണ് കൾട്ടിവേറ്റർ. നിങ്ങളുടെ ബുക്കിൽ ഇതാ ഈ ഫസ്റ്റ് ഫിഗറിലെ കൾട്ടിവേറ്റർ നല്ല വൃത്തിയായിട്ട് കിടക്കുന്നുണ്ടോ നോക്കിക്കുക. ഇതാണ് സാധനം, ഇതുണ്ടോ നോക്കിക്കുക. ഉണ്ടെങ്കിൽ ഡാറ്റ കാണിച്ച്. ഫസ്റ്റ് കൾട്ടിവേറ്റർ ഉണ്ടല്ലോ, ഉണ്ടെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോ. നൗഡേയ്സ് ഇപ്പോൾ പ്ലവിംഗ് ഇസ് ഡൺ ബൈ ട്രാക്ടർ ഡ്രിവൺ കൾട്ടിവേറ്റർ. ട്രാക്ടേഴ്സിൽ ഇതുപോലെ കൾട്ടിവേറ്ററിനെ മാത്രം നോക്കുകയാണെങ്കിൽ ഇതാണ് കൾട്ടിവേറ്റർ അല്ലേ, ആണെങ്കിൽ ഡാറ്റ കാണിച്ച്. ഈ ഒരു പീസിനെ മാത്രമാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കൾട്ടിവേറ്റർ എന്ന് വിളിക്കുന്നത്. ഈ വെഹിക്കിൾ അല്ല കേട്ടോ, വെഹിക്കിൾ ട്രാക്ടർ അല്ലേ, അത് ട്രാക്ടർ അല്ലേ. ഈ ട്രാക്ടറിന്റെ ബാക്കിൽ കെട്ടി വെച്ചിരിക്കുന്ന ഈ കൾട്ടിവേറ്റർ, ഇതാണ് കൾട്ടിവേറ്റർ. അത് ഈ ട്രാക്ടറിൽ നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് സോയിലിൽ എന്ത് ചെയ്യാണ്, കിളച്ചു മറിക്കാൻ, ഇങ്ങനെ വലിച്ചെടുക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ യൂസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വിച്ച് ക്യാൻ ഡിഗ് ഇൻ ടു എ കൺസിഡറബിൾ ഏരിയ ഓഫ് അറ്റ് ദ സെയിം ടൈം ലൂസൻ ഇറ്റ് ആൻഡ് ടേൺ ഇറ്റ്. ഓക്കെ, സെറ്റാണ് ഈ ഡാറ്റ കാണിച്ചോ. പിന്നെ എക്സാമിന് ചില ടീച്ചേഴ്സ്, അതായത് നമ്മുടെ ചില ടീച്ചേഴ്സ് ഉണ്ടാവും നമുക്ക് എന്നാൽ കുറച്ച് പിള്ളേർ ഇത്തിരി ബുദ്ധിമുട്ടെ, അങ്ങനെയുള്ള ടീച്ചേഴ്സുള്ള ആരെങ്കിലും ഉണ്ടോ, ഉണ്ടെങ്കിൽ ഡാറ്റ കാണിച്ച് അത്ര എളുപ്പമാക്കി കൊടുത്താലൊന്നും പറ്റത്തൊന്നുമില്ലല്ലോ, കുറച്ചങ്ങോട്ട് പാടുപെട്ടെ, അങ്ങനെ വിചാരിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടാവും. അപ്പോൾ ടീച്ചേഴ്സ് ഇങ്ങനെ ചോദിക്കും, ഈ ഹോ യൂസ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ കൾട്ടിവേറ്റേഴ്സ് യൂസ് ചെയ്യുന്നതാണോ കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻ. ഇനി കൾട്ടിവേറ്റേഴ്സ് ആണെങ്കിൽ എന്തുകൊണ്ട്, അതാണ് ഈ ലാസ്റ്റ് വൺ. ഇതൊന്ന് പഠിച്ചു വെച്ചോളൂ. കൾട്ടിവേറ്റർ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് അല്ലെങ്കിൽ ഒരു പ്ലസ് പോയിന്റ് ആണ്. എ കൾട്ടിവേറ്റർ സേവ്സ് ബോത്ത് ലേബർ ആൻഡ് ടൈം. മനസ്സിലായ മക്കളെ, ഒരുപാട് ആളുകൾ ജോലി ചെയ്യേണ്ട സ്ഥലത്ത് ഒരു കൾട്ടിവേറ്റർ ഉണ്ടെങ്കിൽ ആളുകളുടെ എത്രയും ലേബേഴ്സിന് ഉപയോഗിക്കേണ്ട കാര്യമില്ല, ജോലി കുറച്ച് ആളുകൾ ചെയ്താൽ മതി. അതേപോലെ തന്നെ ടൈം കൺസ്യൂം ചെയ്യാൻ പറ്റും. കാരണം ഒരു 10 അവർ എടുത്ത് ചെയ്യേണ്ട ജോബ് ഒരു 1 അവറിൽ നമ്മൾ ചെയ്ത് തീർക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതല്ലേ, ആണെങ്കിൽ ഒന്ന് വേവ് ചെയ്ത്. അപ്പൊ അതാണ് കേട്ടോ ഈ ലാസ്റ്റ് പോയിന്റ്. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്, മാർക്ക് ചെയ്ത് വെച്ചോളൂ. കൾട്ടിവേറ്റർ സേവ്സ് ബോത്ത് ലേബർ ആൻഡ് ടൈം. ടൈമും സേവ് ചെയ്യാൻ പറ്റും, ലേബേഴ്സിന്റെ എണ്ണവും നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും കൾട്ടിവേറ്റേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ. ഓക്കെ ആണെങ്കിൽ ഒന്ന് തമ്പിട്ടെ, ഓക്കെ ആണെങ്കിൽ ഒന്ന് തംസിട്ടെ. കാണാൻ പറ്റുന്നില്ല, ഒന്ന് ഡാറ്റ കാണിച്ചാൽ മതി, ഡാറ്റ കാണിച്ചാൽ മതി. ദിയരാജ് ഏന്ദ്രൻ, ആർ യു ഓക്കെ? ദിയരാജേന്ദ്രൻ്റെ ആ ഒരു എനർജി അങ്ങോട്ട് പോയി. 2-3 ദിവസം കാണാതായപ്പോഴേക്കും എനർജി പോയിരിക്കണു. നിങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണോ ഇരിക്കുന്നത് മക്കളെ? ഫുഡ് കഴിച്ചിട്ടാണ് ഇരിക്കണമെങ്കിൽ ഡാറ്റ കാണിച്ചേ. അതെ, ഓക്കെ, അപ്പോൾ കുഴപ്പമില്ല. കഴിക്കാത്തവർക്ക് വേണമെങ്കിൽ ബ്രേക്കിൻ്റെ സമയത്ത് കഴിക്കാൻ തരാണ്ട സമയം. സാർ ഇതിനെന്താ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു സാർ, ഇവിടെ എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഒരു സെക്കൻഡ്. ഓക്കെ സാർ. ദെൻ മക്കളെ, സോയിങ് എന്താണെന്ന് അറിയാവുന്ന മക്കൾ മാത്രം ഒന്ന് വേവ് ചെയ്തേ. വിത്ത് വിതയ്ക്കുക ആണല്ലോ. പ്രോസസ് ഇത്രയും മതി കേട്ടോ. പ്രോസസ് ഓഫ് സ്കാറ്ററിംഗ് ഓർ പ്ലാന്റിംഗ് സീഡ്സ് ഇൻ ടു ദി സോയിൽ സോ ആസ് ടു ഗ്രോ എ ന്യൂ ക്രോപ്പ് പ്ലാന്റ്. ഇത്രയും എഴുതാന്നുള്ള ഒരു ഡാറ്റ കാണിച്ച മക്കളെ, അത്രയും എഴുതാമല്ലോ എൻ്റെ മക്കൾക്ക്. ദാറ്റ്സ് എനഫ്, അത് മതി. ഓക്കെ, ദെൻ യെസ്, ട്രഡീഷണൽ ടൂൾസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ട്രഡീഷണൽ ടൂൾസിനകത്തെ ഞാനൊരു പിക്ചർ കാണിച്ചു തരാം. എന്താ ഇത് കണ്ടോ മക്കൾ? ഇത്രയും പോർഷൻ കണ്ടോ? സോയിങ്ങിനുള്ളൊരു സാധനം ഉപയോഗിക്കുന്ന കണ്ടെങ്കിൽ ഇത് ആളുടെ കയ്യിൽ ഇരിക്കുന്നത് കണ്ടോ? ആ ഫണൽ ഷേപ്പിലൊരു സാധനം, മുകളിൽ ഫണൽ ഷേപ്പ് ആയിരിക്കും. സീഡ് ഡ്രിൽ എന്നാണ് നമ്മൾ അതിനെ പറയുക. അതിലൂടെ സീഡ് ഇട്ട് കൊടുക്കും. ദെൻ താഴെ ഇങ്ങനെ ഇങ്ങനെ പ്ലാന്റ് ചെയ്ത് ഇങ്ങനെ ഇത് നടന്ന് പോകുന്ന വഴി മൊത്തം സീഡ് ഇങ്ങനെ ഇട്ടിട്ട് പോകുന്നുണ്ടാവും. പ്രോസസ്സ് അറിയാമെങ്കിൽ ഡാറ്റ കാണിച്ച്.
അതാണ് സംഭവം, അതാണ്. ആൻഡ് ഇവിടെ നോക്കിക്കേ, ട്രഡീഷണൽ ടൂൾസ് ആർ യൂസ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബുൾസ് ആണ്. നോക്കിക്കേ, ബുള്ള് 2 ഇല്ലേ, ഉണ്ടെങ്കിൽ വേവ് ഉണ്ടല്ലോ. അപ്പൊ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ടൂൾസ് നമ്മൾ സോയിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് ബുൾസ് വേണം. ബുൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ, നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റത്തില്ല. ഇറ്റ് വാസ് യൂസ്ഡ് ബൈ ഫാമേഴ്സ് ഏർലിയർ ഇൻ ദെയർ ഫീൽഡ്സ് ഫോർ സോയിങ് സീഡ്സ്. കണ്ടോ, സീഡ്സ് സോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഫാമേഴ്സ് ഇത് പണ്ട് കൾട്ടിവേറ്റിംഗ് ടൈമിൽ അവർക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് അപ്പർ ഫണൽ shaped part is filled by seeds, then the seeds pass down through the 2 or 3 pipes having sharp ends. These ends pierce into the soil and place the seeds in the space. മനസ്സിലായോ? പ്രോസസ്സ് മനസ്സിലായിരുന്നു വേവി. നമ്മൾ ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞതാണ്. മുകളിലെ ഫണലിനകത്തോടെ താഴേക്ക് സീഡ്സ് ഇട്ട് കൊടുക്കും. ദെൻ താഴെ ചെല്ലുമ്പോൾ ഒരു 2-3 പൈപ്പുകളായിട്ട് ഇങ്ങനെ പോയിന്റ്, എൻഡ് പോയിന്റ് ആയിരിക്കുന്ന ഒരു 2-3 പൈപ്പ്സ് ആയിട്ടുണ്ടാവും. അത് നേരെ സോയിലിലേക്ക് ഇങ്ങനെ ഡിഗ് ചെയ്ത് വെക്കും. ദെൻ അവിടെ സീഡ് ഇടും, ദെൻ പൊക്കുന്നു, അടുത്ത സ്ഥലത്ത് ഡിഗ് ചെയ്യുന്നു, സീഡ് ഇടുന്നു. പ്രോസസ്സ് മനസ്സിലായിരുന്നു ഡാറ്റാണ്. അപ്പൊ ട്രഡീഷണൽ ടൂൾ യൂസ് ചെയ്തിട്ട് ഫണൽ ഷേപ്പിലൂടെ മുകളിലുള്ള ഫണലിൽ കൂടെ എന്തെങ്കിലും സീഡ് ഇട്ട് കൊടുക്കും. താഴെ അത് സീഡ് പ്ലാന്റ് ചെയ്ത് ആര് പോകും? ഈ പറയുന്ന ബുള്ള് പോലെയുള്ള അനിമൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ പോയിക്കോളും. ഓക്കെ, ഇനി മെക്കാനിക്കൽ മെത്തേഡ് സീഡ് ഡ്രിൽ ആണ്. സീഡ് ഡ്രിൽ എന്താ? മെക്കാനിക്കൽ മെത്തേഡ് എന്താണ്? ഒരു ട്രാക്ടറൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. സീഡ്സ് ആർ സോൺ യൂണിഫോംലി അറ്റ് ഈക്വൽ ഡിസ്റ്റൻസ് ആൻഡ് ഡെപ്ത് ആൻഡ് ഗെറ്റ് കവേർഡ് ബൈ ദ സോയിൽ ആഫ്റ്റർ സോയിങ്. ശ്രദ്ധിക്കൂ, സീഡ് വെറുതെ ചുമ്മാ വാരി വലിച്ചിട്ടിട്ട് പോവുകയല്ല, കറക്റ്റ് ഒരു പാറ്റേണിൽ ഓർഡർ ആയിട്ട് സീഡിനെ ഇതുപോലെ പ്ലാന്റ് ചെയ്ത് പോകാനായിട്ട് നമുക്ക് സീഡ് ഡ്രിൽസ് ഉപയോഗിക്കാം. കത്തിയവരൊന്ന് ഡാറ്റ കാണിച്ച്, കറക്റ്റ് ഓർഡറിൽ പ്ലാന്റ് ചെയ്ത് പോവാ കേട്ടോ. കറക്റ്റ് ഓർഡറിൽ വൃത്തിയായിട്ട് പ്ലാന്റ് ചെയ്യുക. പ്ലാന്റ് ചെയ്തതിന് ശേഷം അതിന്റെ മുകളിൽ സോയിലൊക്കെ ഇട്ട് കവർ ചെയ്തിട്ട് പോകുന്നു. അതാണ് സീഡ് ഡ്രില്ല്. ഓക്കെ ആണോ? സീഡ് ഡ്രില്ല് കണ്ടെങ്കിൽ ഒന്ന് വേവ് ചെയ്തേ. കറക്റ്റ് ഓർഡറിൽ സ്പേസ് ഒക്കെ ഇട്ടിട്ട് കറക്റ്റ് ആയിട്ട് പ്ലാന്റിൽ ഈ പറയുന്ന സീഡ്സിനെ സോവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് സീഡ് ഡ്രിൽ എന്ന് പറയുന്നത്. ട്രഡീഷണൽ അല്ല, മുന്നത്തെ പോലെ അല്ല. ഇതെന്ന് പറയുന്ന ഒരു മെക്കാനിക്കൽ മെത്തേഡ് ആണ് സീഡിനെ സോവ് ചെയ്യാനുള്ള. ഓക്കെ, ആൻഡ് മാർക്ക് ചെയ്തോളൂ, വേഗം മാർക്ക് ചെയ്ത് ഈ ഒരു പോയിന്റ് കേട്ടോ. യൂസ്, നമ്മൾ ഈ പറയുന്ന സീഡ് ഡ്രിൽ ഉപയോഗിച്ച് സീഡ്സിനെ സോവ് ചെയ്യുകയാണെങ്കിൽ ബെനിഫിറ്റ് എന്താണ്? ഓക്കെ, ഡാമേജ് ഇല്ലാതെ പ്രൊട്ടക്ഷൻ കിട്ടും സീഡ്സിന്, അല്ലേ? ആണെങ്കിൽ വേവ് ചെയ്തേടാ, ഡാമേജ് ഇല്ലാതെ സീഡ്സിന് പ്രൊട്ടക്ഷൻ കൊടുക്കാം. ഇനി സമയം സേവ് ചെയ്യാൻ പറ്റും, ലേബറും അതും സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബട്ട് അടുത്ത പോയിന്റ് നോക്കിക്കേ, അപ്രോപ്രിയേറ്റ് ഡിസ്റ്റൻസിൽ നമ്മൾ സീഡ്സിനെ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇറ്റ് പ്രിവെന്റ്സ് overcrowding of plants and each plant gets sufficient sunlight, nutrients and water from the soil. മക്കളെ, നമ്മൾ ചെടികൾ നട്ട് കഴിയുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ള കാര്യമായിരിക്കും കേട്ടോ. ചില സ്ഥലങ്ങളിൽ വെറുതെ കുറേ ചെടി ഇങ്ങനെ കട്ട പിടിച്ചിങ്ങനെ ഉണ്ടായി നിൽക്കുന്ന കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഡാറ്റ കാണിച്ചോ. അങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്ന ചെടികൾ എന്താ വളരത്തില്ല. അത് കുറച്ച് കഴിയുമ്പോഴേക്കും മൊത്തത്തിൽ അങ്ങ് ഡാമേജ് ആയി പോകും. അപ്പോൾ ഈ കട്ട പിടിച്ചിങ്ങനെ ഒരു മാസീവ് ഒരു ബഞ്ചായിട്ട് ഇങ്ങനെ നിൽക്കാതെ കറക്റ്റ് സ്പേസിംഗ് ഒക്കെ ഇട്ട് നട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നല്ല വൃത്തിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആ ചെടിയെ നോക്കി നട്ട് വളർത്താനായിട്ട് പറ്റും. ഡാമേജസ് ഒന്നും പറ്റത്തില്ല, വൃത്തിയായിട്ട് അത് വളർന്നോളും. ഓക്കെ ആണെങ്കിൽ തമ്പ് കാണിക്കുക കേട്ടോ. ആ 3 ബെനിഫിറ്റ് ഒന്ന് നോട്ട് ചെയ്തിട്ടോളൂ. ബെനിഫിറ്റ്സ് ഒന്ന് നോട്ട് ചെയ്തിട്ടോളൂ. ഓക്കെ, ഫൈൻ. ദെൻ യെസ് മക്കളെ, മാന്യൂറിങ് നേരത്തെ പഠിച്ചിരുന്നു. ബട്ട് മാന്യൂർ എന്താണെന്ന് നമ്മൾ പഠിച്ചില്ലല്ലോ. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. വാട്ട് ഈസ് മാന്യൂർ, അല്ലെങ്കിൽ എന്താണ് മാന്യൂർ? നോക്കിക്കോളൂ. ഓർഗാനിക് സബ്സ്റ്റൻസസ് ഡിറൈവ്ഡ് ഫ്രം ദി ഡികമ്പോസിഷൻ ഓഫ് പ്ലാന്റ് ആൻഡ് അനിമൽ വേസ്റ്റ് ലൈക്ക് കൗഡങ് എക്സെട്ര. കൗഡങ് പോലെയുള്ള സാധനമൊക്കെ, അല്ലെങ്കിൽ പ്ലാന്റ്സിന്റെ അനിമൽസിന്റെ എക്സ്ക്രീറ്റും വേസ്റ്റ് ഒക്കെ കൂടെ ഡികമ്പോസിഷൻ നടത്തിയിട്ട് നമുക്ക് കിട്ടുന്ന സാധനമല്ലേ മാന്യൂർ? ആണെങ്കിൽ ഒന്ന് വേവ് ചെയ്തേ. മാന്യൂർ അതാണെന്നുണ്ടെങ്കിൽ ഡികമ്പോസിഷൻ എന്ന് വെച്ചാൽ ബ്രേക്ക് ഡൗൺ ആണ്. അനിമൽസിന്റെ ബോഡിയിൽ നിന്ന് വരുന്ന വേസ്റ്റ്, ഫീക്കൽ മാറ്ററിന്റെ വേസ്റ്റ്, പ്ലാന്റിന്റെ വേസ്റ്റ്, ഇതെല്ലാം കൂടെ ഡികമ്പോസിഷൻ കഴിഞ്ഞ് മൈക്രോ ഓർഗാനിസംസ് അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് അതിന്റെ സിംപ്ലർ ഫോമിലേക്ക് ആക്കിയതിന് ശേഷം നമുക്ക് കിട്ടുന്നതാണ് മാന്യൂർ എന്ന് പറയുന്നത്. ഓക്കെ, ഫെർട്ടിലൈസർ ഇമ്പോർട്ടന്റ്. മാർക്ക് ചെയ്തിട്ടോ, ഫെർട്ടിലൈസർ ഇമ്പോർട്ടന്റ്. Chemicals which contain necessary plant nutrients like nitrogen, phosphorus, etc. ഓക്കെ, എക്സാമ്പിൾ മാർക്ക് ചെയ്തോളൂ. ഫെർട്ടിലൈസേഴ്സിന് എക്സാമ്പിൾ ചോദിക്കും കേട്ടോ. യൂറിയ, അമോണിയം സൾഫേറ്റ്, ദെൻ സൂപ്പർ ഫോസ്ഫേറ്റ്. അത് പഠിച്ചതിനും കുഴപ്പമില്ല. നിങ്ങൾ യൂറിയ, ഞാൻ പറയുന്ന കാര്യങ്ങൾ വേഗം പഠിച്ചെടുത്തോ. എക്സാമ്പിൾസ് ഫോർ ഫെർട്ടിലൈസേഴ്സിൽ മക്കളെ യൂറിയ പഠിക്കാം. ദെൻ അമോണിയം സൾഫേറ്റ് പഠിക്കാം. ഓക്കെ, അമോണിയം സൾഫേറ്റ് പഠിക്കാം. പിന്നെ പൊട്ടാഷ് പഠിക്കാം. പൊട്ടാഷ് NPK ഫെർട്ടിലൈസർ. ഇത്രയും പഠിക്കാന്നുണ്ടെങ്കിൽ എൻ്റെ മക്കൾ ഡാറ്റ കാണിച്ച് മിനിമം നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതി. ഇത്രയും സാധനം മിനിമത്തിൽ മതി. യൂറിയ, അമോണിയം സൾഫേറ്റ്, പൊട്ടാഷ്, NPK. NPKയിൽ നൈട്രജൻ, ഫോസ്ഫറസ്,
പൊട്ടാസ്യം ആണെങ്കിൽ ഡാറ്റ കാണിച്ചേ. NPK നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം ആണോ? ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ചോ. ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം കേട്ടോ. ദെൻ ഫെർട്ടിലൈസേഴ്സ് നമ്മൾ സോയിലിൽ ഇടുമ്പോൾ നമുക്ക് സോയിലിന്റെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഹെൽപ് ദ ഫാമേഴ്സ് ടു ഗെറ്റ് ബെറ്റർ ഈൽഡ് ഓഫ് ക്രോപ്സ് such as ഏത് ക്രോപ്പാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഫെർട്ടിലൈസേഴ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വി കൻ ഇംപ്രൂവ് ഓർ ഇൻക്രീസ് ദ ഫെർട്ടിലിറ്റി ഓഫ് ദി സോയിൽ, ദസ് ഇൻക്രീസസ് ദ yield ഓഫ് ദാറ്റ് ക്രോപ്പ്. സെറ്റ് ആണോ? സെറ്റ് ആണെങ്കിൽ തമ്പിട്ടോളൂ. ഫെർട്ടിലൈസർ മറക്കരുത്. NPK വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കൂ. ഇതും നിങ്ങളുടെ, ഞാൻ പറഞ്ഞില്ല, ചില ടീച്ചേഴ്സ് എന്നാ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് പണി തരാൻ വേണ്ടി ഇടുന്ന ക്വസ്റ്റ്യൻ ആണിത്. ഫെർട്ടിലൈസേഴ്സ് ഓവറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് ആർ ദ കോൺസിക്വൻസസ്? ആർക്കെങ്കിലും അറിയാമോ അത്? ഞാൻ ഈ പറയുന്നതിന് മുന്നേ അറിയാവുന്നവരുടെ ഡാറ്റ കാണിച്ചേ. അറിയാമായിരുന്നോ? അറിയായിരുന്നു. അറിയില്ലെങ്കിൽ വേഗം ഇത് നോട്ട് ചെയ്ത് വെച്ചോ. ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ കൾട്ടിവേറ്റിംഗ് ലാൻഡിൽ ഇതാ ഇവിടെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് കൾട്ടിവേറ്റിംഗ് ലാൻഡ് ആണെന്ന് കരുതുക കേട്ടോ. ഈ ഒരു കൾട്ടിവേറ്റിംഗ് ലാൻഡിൽ കുറേ ചെടികൾ നമ്മളിങ്ങനെ നട്ടുവെച്ചിട്ടുണ്ട്. ഈ പ്ലാന്റ് ചെയ്തിരിക്കുന്ന ക്രോപ്സിൽ മൊത്തം എന്താണ്? നമ്മൾ ഫെർട്ടിലൈസർ ഇട്ട് കൊടുക്കുവാണ്. ഓക്കെ, ഫെർട്ടിലൈസേഴ്സിന് ഞാൻ റെഡ് കളർ കൊടുക്കുക. ഇവിടെ മൊത്തത്തിൽ എന്ത് ചെയ്തേക്കുവാണ്? ഫെർട്ടിലൈസേഴ്സ് ഇങ്ങനെ നിറച്ചടിച്ചു വെച്ചേക്കുക സോയിലിൽ. ഓക്കെ, ഫെർട്ടിലൈസർ അടിച്ചു വെച്ചിട്ടുണ്ട്. ആൻഡ് ഇതിന്റെ സൈഡിൽ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, ഇതിന്റെ സൈഡിൽ കൂടെ എന്താണ്? ഒരു റിവർ ഇങ്ങനെ ഫ്ലോ ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, റിവർ ഇങ്ങനെ ഫ്ലോ ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ ആണെങ്കിൽ ഒന്ന് വേവ് ചെയ്തേ. റിവർ ഒഴുകുന്നുണ്ട് കേട്ടോ. ഓക്കെ, ആൻഡ് ഇനി ആ സെന്റൻസിലേക്ക് ഒന്ന് മക്കൾ നോക്കിക്കേ. എക്സസീവ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ഇസ് ഹാർംഫുൾ ബിക്കോസ് ഇറ്റ് മേക്സ് സോയിൽ ലെസ് ഫെർട്ടൈൽ ആൻഡ് ഓൾസോ കോസസ് വാട്ടർ പൊല്യൂഷൻ. നോക്കൂ, പെട്ടെന്ന് ഒരു ദിവസം ഈ കൾട്ടിവേറ്റിംഗ് ലാൻഡിൽ മഴ പെയ്യുവാണ്. ഓക്കെ ആണെങ്കിൽ ഒന്ന് വേവ് ചെയ്തേ. ഫെർട്ടിലൈസർ ഇട്ട ലാൻഡിൽ മഴ പെയ്യുവാണ്. അപ്പൊ ഈ ഫെർട്ടിലൈസറും വാട്ടറും എല്ലാം കൂടെ മിക്സ് ആയിട്ട് അത് ഈ റിവറിലെ വാട്ടറിലേക്ക് ഒഴുകി അങ്ങ് എത്തുമെന്നുണ്ടെങ്കിൽ എൻ്റെ മക്കളൊന്ന് വേവ് ചെയ്തേ. എത്തുമല്ലോ. സോ ആ വാട്ടർ ഇസ് ഗെറ്റിംഗ് പൊല്യൂട്ടഡ്. ആണോ? പൊല്യൂട്ടഡ് ആവുമെങ്കിൽ ഡാറ്റ കാണിച്ചു. കാരണം എന്താ? ഈ കെമിക്കൽസും ഫെർട്ടിലൈസേഴ്സും മൊത്തം എങ്ങോട്ട് പോവാണ്? ഈ റിവറിലേക്ക് പോവാ. ഇനി ഇത് കൂടാതെ ഓവറായിട്ട് ഫെർട്ടിലൈസർ യൂസ് ചെയ്ത സോയിലിന്റെ തന്നെ കണ്ടോ, സോയിലിന്റെ തന്നെ ഫെർട്ടിലിറ്റി കുറഞ്ഞു പോകത്തില്ല മക്കളെ. സോയിൽ ഫെർട്ടിലിറ്റി കുറഞ്ഞു പോകും. അത് റീസൺ ആണ്. അത് ഇമ്പോർട്ടൻറ്റ് മാർക്ക് ചെയ്ത് വെച്ചോളൂ. എക്സസ് ആയിട്ട് നമ്മൾ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്താൽ സോയിലിന്റെ ഫെർട്ടിലിറ്റി നഷ്ടപ്പെടുന്നുണ്ടാകും. അതിനോടൊപ്പം തന്നെ വാട്ടർ പൊല്യൂഷൻ ഉണ്ടാവാനുള്ള റീസണും കൂടെയാണ്. സെറ്റ് ആണെങ്കിൽ ഒരു അടിപൊളി ചാറ്റ കാണിച്ചോട്ടെ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ കാര്യം. അത് നമ്മൾ ചിന്തിക്കത്തില്ല. നമ്മൾ ചിലപ്പോൾ അത്രയും ആ ഒരു ലെവലിൽ നമ്മൾ ചിന്തിക്കത്തില്ല. പക്ഷെ ഈ ലെവലിലെ ക്വസ്റ്റ്യൻസ് ചില ടീച്ചേഴ്സ് എക്സാമിന് ഇട്ട് കണ്ടിട്ടുണ്ട്. ഓക്കെ, യെസ്. ദെൻ മാന്യൂഴ്സ് ഉപയോഗിക്കുന്നത് കൊണ്ട്, അതായത് ഫെർട്ടിലൈസേഴ്സിന് പകരം മാന്യൂർ ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും അഡ്വാൻറ്റേജസ് ഉണ്ടോ? പഠിച്ചവരൊന്ന് ഡാറ്റ കാണിച്ച് ചെയ്ത് പഠിച്ചിട്ടുണ്ടല്ലോ, ഒന്ന് നോട്ട് ചെയ്ത് എഴുതി വെച്ചോ. ബുക്കിൽ എഴുതി തന്നെ വെച്ച് പഠിച്ചവൻ്റെ മക്കൾ ഇമ്പോർട്ടൻ്റ് ആണ്. മാന്യൂഴ്സ് ഉപയോഗിക്കുക, അതായത് ഫെർട്ടിലൈസേഴ്സിന് പകരം മാന്യൂർ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ഇറ്റ് എൻഹാൻസസ് ദ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഓഫ് ദ സോയിൽ. സോയിലിൽ മാന്യൂർ ആണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ആ വാട്ടറിനെ ഹോൾഡ് ചെയ്യാനുള്ള സോയിലിൻ്റെ കപ്പാസിറ്റി എന്ത് ചെയ്യും? നോർമലായിട്ട് ഇൻക്രീസ് ചെയ്ത് തന്നെ നിൽക്കും. ആൻഡ് ഇറ്റ് മേക്സ് ദ സോയിൽ പോറസ് ഡ്യൂ ടു which exchange of gases become easy. സോയിൽ പോറസ് ആയിട്ട് കുറച്ച് സ്പേസ് ഒക്കെ അതിനകത്ത് വരുമ്പോൾ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡിന്റെ എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ സിമ്പിൾ ആയിട്ട് നടക്കും. അതുപോലെ ഇൻക്രീസസ് ദ നമ്പർ ഓഫ് ഫ്രണ്ട്ലി മൈക്രോബ്സ്. സോയിലുള്ള മൈക്രോബ്സ്, ഫ്രണ്ട്ലി നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസിന്റെ കൗണ്ട് കൂട്ടാനായിട്ട് മെന്യൂസ് ആണ് നല്ലത്. ഫെർട്ടിലൈസേഴ്സ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു യൂസ്ഫുൾ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഡെഡായി പോകുന്നുണ്ടാകും. ആൻഡ് നമുക്ക് ഒരു അഡ്വാൻറ്റേജിനുണ്ട്, ടെക്സ്ചർ ഓഫ് ദി സോയിൽ ഇംപ്രൂവ് ചെയ്യുന്നു. എന്താണ്? സോയിലിന്റെ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യുന്നു. മക്കളെ, നല്ല ഒരു കൾട്ടിവേറ്റിംഗ് ലാൻഡിൽ മെന്യൂർ ഒക്കെ ഇടുന്ന ലാൻഡ് എന്ന് പറയുമ്പോൾ നല്ല എന്താ പറയുക, മണ്ണിങ്ങനെ എടുക്കുമ്പോൾ തന്നെ നല്ലൊരു ഫീൽ അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചില സ്ഥലത്ത് മാന്യൂഴ്സും ഇല്ല, ഫെർട്ടിലൈസേഴ്സും ഇല്ല, ലാൻഡ് വെറുതെ ഡ്രൈ ആയിട്ട് മറ്റേ കല്ല് പോലെ ഇരിക്കുന്ന ലാൻഡ് കണ്ടിട്ടുള്ളവരുടെ ഡാറ്റ കാണിച്ചേ. അങ്ങനെയല്ല, മാന്യൂർ യൂസ് ചെയ്താൽ നമുക്ക് ആ സോയിലിൻ്റെ ടെക്സ്ചറിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാനായിട്ട് പറ്റും. നല്ല ടെക്സ്ചറിലേക്ക് മാറ്റാം ആ സോയിലിനെ. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. ഒരു 1 മാർക്കോ മാക്സിമം 2 മാർക്കിനൊക്കെ അത് ചോദിക്കത്തുള്ളൂ, അതിനപ്പുറം ചോദിക്കത്തില്ല എക്സാമിന്. ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ മാന്യൂർ ആൻഡ് ഫെർട്ടിലൈസർ, ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഡാറ്റ കാണിച്ച്, പഠിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോ. ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം കൂടെ പഠിച്ച് വാരി വലിച്ച് കൊളാക്കി വെക്കരുത്. ഏതെങ്കിലും ഒരു 2-3 പോയിന്റ്സ് പഠിച്ചു വയ്ക്കാം. ഓക്കെ, ഡിഫറൻസ് ബിറ്റ്വീൻ മാന്യൂർ ആൻഡ് ഫെർട്ടിലൈസർ പഠിക്കാന്നുള്ളൊരു ഡാറ്റ കാണിച്ചു കേട്ടോ. പഠിക്കാന്നുള്ളൊരു ഡാറ്റ മാത്രം കാണിച്ചാൽ പോരാ, ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ക്രോപ്പ് റൊട്ടേഷൻ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഡെഫിനേഷൻ ചോദിക്കുമ്പോൾ ദ പ്രാക്ടീസ് ഇൻ വിച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രോപ്സ് എസ്പെഷ്യലി ലെഗ്യൂമിനസ് ആൻഡ് നോൺ ലെഗ്യൂമിനസ് ക്രോപ്സ് ആർ ഗ്രോൺ ആൾട്ടർനേറ്റ്ലി
ഇൻ ദ സെയിം ഫീൽഡ് ഇസ് കോൾഡ് ക്രോപ്പ് റൊട്ടേഷൻ. സെറ്റാണെങ്കിൽ തംസ് കാണിച്ച് ഇതിന് 1 മാർക്കാണ്. ഓക്കെ, 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും ഡെഫിനിഷൻ ഫോർ ക്രോപ്പ് റൊട്ടേഷൻ. ആൻഡ് എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ സീരിയൽ ക്രോപ്സും വെജിറ്റബിൾസും നമ്മൾ ഒരുമിച്ച് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. സോ യെസ് മക്കളെ, ക്രോപ്പ് റൊട്ടേഷൻ വേറെ ഒന്നുമില്ല, അതിനകത്ത് ഒരു സാധനം അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. അതായത് കുറച്ച് വെജിറ്റബിൾസും സീരിയൽസും ഒക്കെ നമ്മളൊരു കൾട്ടിവേറ്റിംഗ് ലാൻഡിൽ എന്ത് ചെയ്യാണ്, കൾട്ടിവേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് സോയിലുള്ള നൈട്രജൻ കണ്ടന്റ് ഒക്കെ ഇവർ വലിച്ചെടുക്കുകയും ഡാറ്റ കാണിച്ച് നൈട്രജൻ കണ്ടന്റ് ഒക്കെ സോയിലിൽ നിന്ന് ഈ പ്ലാന്റ്സ് അബ്സോർബ് ചെയ്തെടുക്കും. പിന്നെ സോയിലിൽ എന്തില്ല, നൈട്രജൻ ഇല്ല. അങ്ങനെ സോയിലിൽ നൈട്രജന്റെ എമൗണ്ട് കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ലെഗ്യൂമിനസ് പ്ലാന്റ്സ്, പീ പ്ലാന്റ് പോലുള്ള പ്ലാന്റ്സിനെ കൊണ്ടത് വീണ്ടും കൾട്ടിവേറ്റ് ചെയ്യും. അപ്പോൾ അത് ആ പീ പ്ലാന്റിന്റെ റൂട്ടിൽ റൈസോബിയം ബാക്ടീരിയ ഉള്ള കാര്യം അറിയാവുന്നവർ ഡാറ്റ കാണിച്ച് റൂട്ട് നൊഡ്യൂൾസിൽ റൈസോബിയം പോലെയുള്ള നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ഉണ്ട്. ഈ ബാക്ടീരിയാസ് അറ്റ്മോസ്ഫറിക് നൈട്രജനെ ഫിക്സ് ചെയ്ത് വീണ്ടും ആ സോയിലിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. സോ ഈ ലെഗ്യൂമിനസ് പ്ലാന്റ്സും അതുപോലെ മറ്റുള്ള നോൺ ലെഗ്യൂമിനസ് പ്ലാന്റ്സിനെയും ഓൾട്ടർനേറ്റ് ആയിട്ട് ഇങ്ങനെ കൾട്ടിവേറ്റ് ചെയ്യുന്നത് ആ കൾട്ടിവേറ്റിംഗ് ലാൻഡിന്റെ അഗ്രികൾച്ചറൽ ഫീൽഡിന്റെ എന്താണ് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ഫാക്ടറാണ്. സെറ്റ് ആണെങ്കിൽ ഒരു കിടിലൻ ഡാറ്റ കാണിക്കാം. ഓക്കെ ആണല്ലോ, അത്രേ ഉള്ളൂ. ഇനി അത്രയും പഠിച്ചാൽ മതി, വേറെ ഒന്നും നിങ്ങൾ പഠിക്കേണ്ട. അതായത് മറ്റേ ക്രോപ്പ് റൊട്ടേഷൻ അതിൻ്റെ ആ ഒരു സിമ്പിൾ കാണിച്ചിരിക്കുന്ന കാരണം ഇത് കൾട്ടിവേറ്റ് ചെയ്തിട്ട് പിന്നെ വീണ്ടും ഇത് കൾട്ടിവേറ്റ് ചെയ്യുന്നു, എന്നിട്ട് ഇത് കൾട്ടിവേറ്റ് ചെയ്യുന്നു, വീണ്ടും ഇത് കൾട്ടിവേറ്റ് ചെയ്യുന്നു, ലൈക്ക് അത് തന്നെ. കണ്ടോ, ഒരു ലാൻഡിൽ ഇത് ലെഗ്യൂമിനസ് ആണ്, ഇത് ലെഗ്യൂം ആണോ നോക്കിക്കുകയാണെങ്കിൽ ഡാറ്റ കാണിച്ച് ഇത്രയും പ്ലാന്റുകൾ ടൊമാറ്റോ കഴിഞ്ഞ് ക്യാരറ്റ് കഴിഞ്ഞ് ക്യാബേജ് കഴിഞ്ഞു. അപ്പോഴേക്കും എന്ത് തീർന്നു, അവിടുത്തെ നൈട്രജൻ മൊത്തം ഇവരെല്ലാവരും കൂടെ അബ്സോർബ് ചെയ്തു. തിരിച്ച് ഈ ലാൻഡിൽ നൈട്രജൻ കൊണ്ടുവരണം അല്ലെ, നൈട്രജൻ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നൈട്രജനെ അബ്സോർബ് ചെയ്തെടുക്കുന്ന അല്ലെങ്കിൽ അറ്റ്മോസ്ഫറിക് നൈട്രജനെ ഫിക്സ് ചെയ്തെടുക്കുന്ന ആര് വേണം, ലെഗ്യൂമിനസ് പ്ലാന്റ്സ് വേണം. സോ ഇവരതിനെ നൈട്രജനെ അബ്സോർബ് ചെയ്ത് ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ ആ നൈട്രജൻ കണ്ടന്റ് ഉള്ള സോയിലിൽ നിന്ന് വീണ്ടും ടൊമാറ്റോയ്ക്ക് നൈട്രജൻ കിട്ടും. അത് കഴിയുമ്പോൾ അടുത്ത ലെവലിൽ വരുമ്പോൾ ക്യാരറ്റിന് കിട്ടും, പിന്നെ ഇവർക്ക് കിട്ടും. എന്തുകൊണ്ടാണ് ലെഗ്യൂമിനസും നോൺ ലെഗ്യൂമിനസും ആ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് ചെയ്യുന്നത് മനസ്സിലായിരുന്ന ഡാറ്റ കാണിച്ച്, കാരണം 1-2 ആളുകൾ അവിടെ ഗ്രോ ചെയ്ത് കഴിയുമ്പോൾ നൈട്രജന്റെ കണ്ടന്റ് അവിടെ കുറയുവാണ്. സോ നമുക്ക് ആ നൈട്രജൻ കണ്ടന്റ് അവിടെ റീപ്ലേസ് ചെയ്ത് കൊണ്ടുവരണം അല്ലെ, റിസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലെഗ്യൂമിനസ് പ്ലാന്റ്സിനെ അവിടെ കൊണ്ടുവയ്ക്കുന്നത്. ഈ ലെഗ്യൂമിനസ് പ്ലാന്റ്സിന്റെ റൂട്ട്സിലുള്ള നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയാസ് ഒക്കെ ഉണ്ട്, റൈസോബിയം പോലെയുള്ള ആ ബാക്ടീരിയാസ് അറ്റ്മോസ്ഫറിക് നൈട്രജൻ ഫിക്സ് ചെയ്യുന്നു, ആ നൈട്രജൻ പ്ലാന്റ്സിന് സോയിലിലേക്ക് അവൈലബിൾ ആക്കി കൊടുക്കുന്നു. ഓക്കെ ആണെങ്കിൽ തംസ് ഇടാം കേട്ടോ, മറക്കണ്ട ഇമ്പോർട്ടൻ്റ് ആണത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇത് തന്നെ സാധനം, ഞാൻ പറഞ്ഞ സെയിം സാധനം. ഇതിനകത്ത് റൂട്ട് നൊഡ്യൂൾ ഈ റൂട്ടിലേക്ക് നോക്കൂ. റൂട്ടിലേക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് മക്കൾക്ക്, ഉണ്ട പോലെ കാണുന്നുണ്ടോ? കാണുന്നുണ്ടെങ്കിൽ ഡാറ്റ കാണിച്ച്, അതാണ് റൂട്ട് നൊഡ്യൂൾസ്. അവിടെയാണ് എന്തുള്ളത്, റൈസോബിയം ബാക്ടീരിയ ഉള്ളത്. ഇവിടെ നോക്കിക്കുക മക്കളെ, ദ ലെഗ്യൂമിനസ് പ്ലാന്റ്സ് പോസസ് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ കോൾഡ് റൈസോബിയം. ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്, മാർക്ക് ചെയ്ത് വെച്ചോ. ലെഗ്യൂമിനസ് പ്ലാന്റ്സിന്റെ റൂട്ട്സിൽ എന്തുണ്ട്, അറ്റ്മോസ്ഫറിക് നൈട്രജനെ ഫിക്സ് ചെയ്യാൻ കഴിവുള്ള റൈസോബിയം എന്ന് പറയുന്ന ബാക്ടീരിയ ഉണ്ട്, വിച്ച് ക്യാൻ ഡയറക്ട്ലി ഫിക്സ് അറ്റ്മോസ്ഫറിക് നൈട്രജൻ ഇൻ ടു സൊല്യൂബിൾ നൈട്രജനസ് കോമ്പൗണ്ട്സ്. കണ്ടോ, അറ്റ്മോസ്ഫറിക് നൈട്രജനെ പ്ലാന്റ്സിനകത്തേക്ക് ഡയറക്ട്ലി വലിച്ചെടുക്കാൻ പറ്റുന്ന ആളുകളാണ് ഈ റൈസോബിയം എന്ന് പറയുന്ന നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയാസ് കേട്ടോ. ഓക്കെ, സെറ്റ് ആണെങ്കിൽ തമ്പിട്ടോളൂ, മറക്കരുത്. ഇമ്പോർട്ടന്റ്, ഒരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഓക്കെ, ആൻഡ് ഇത് തന്നെയാ റൈസോബിയത്തെ കാണിച്ചിരിക്കുന്ന കണ്ടോ, റൗണ്ടിനുള്ളിൽ റൂട്ട് നൊഡ്യൂൾസിനകത്താണ് കണ്ടത്. ഇതാണ് റൂട്ട് നൊഡ്യൂളിനകത്താണ് എന്തുള്ളത്, ഈ പറയുന്നത്. ഇതൊരു റൂട്ട് നൊഡ്യൂളിനെ വലുതാക്കി കാണിച്ചേക്കുവാണ്. അതിനകത്ത് കുഞ്ഞു റൈസോബിയം പറയുന്ന നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയാസ് പ്രസന്റ് ആണ്. ഓക്കെ, യെസ്. ഇറിഗേഷൻ സിമ്പിൾ സെന്റൻസിൽ അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് ഇറിഗേഷൻ 9th റിപ്പീറ്റ് വരുന്നുണ്ട് കേട്ടോ. ഇറിഗേഷൻ വീണ്ടും 9th പഠിക്കാൻ വരുന്നുണ്ട്. ഇത്രയും പഠിച്ചാൽ മതി. പ്രോസസ് ഓഫ് സപ്ലൈയിങ് വാട്ടർ ടു ക്രോപ്പ് പ്ലാന്റ്സ് അറ്റ് റെഗുലർ ഇന്റർവൽ ഈസ് കോൾഡ് ഇറിഗേഷൻ. ഇത്രയും പഠിക്കാന്നുള്ളത് വേവ് ചെയ്തേടാം. ഇറിഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രോപ്പിന്റെ കൾട്ടിവേറ്റിംഗ് ലാൻഡിലേക്ക് ക്രോപ്സിന് വാട്ടർ സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഇറിഗേഷന്റെ ഡെഫിനിഷൻ. അത്രയും മതി, വേറെ ഒന്നും വേണ്ട അതിനകത്ത്. ഓക്കെ, ദെൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. വാട്ടർ, ക്രോപ്പ് പ്ലാന്റ്സിന് വാട്ടർ കൊടുക്കുന്നത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് അറിയാവുന്ന എൻ്റെ മക്കളൊന്ന് ഡാറ്റ കാണിച്ചേ. സിമ്പിൾ ആണല്ലോടാ. വെള്ളം എന്തിനാ ചെടിക്ക് വെള്ളം കൊടുക്കുന്നത്? വാട്ടർ ഈസ് അബ്സോർബ്ഡ് ബൈ ദ പ്ലാന്റ് റൂട്ട് അലോങ് വിത്ത് ദ വാട്ടർ. മിനറൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ആർ ഓൾസോ അബ്സോർബ്ഡ്. മക്കളെ, പ്ലാന്റ്സിന് റൂട്ട്സ് അല്ലേ വാട്ടറിനെ അബ്സോർബ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുപോകുന്നത്? ആണെങ്കിൽ ഒന്ന് വേവ് ചെയ്തേ. ആണല്ലോ. അപ്പൊ ഈ സോയിലിൽ മിക്സ് ആയിട്ടുള്ള, നോട്ട് ചെയ്യാം കേട്ടോ, ന്യൂട്രിയൻസ് ഉണ്ട്, അതുപോലെ മിനറൽസ് ഉണ്ട്, അതുപോലെ ഫെർട്ടിലൈസേഴ്സ്, ഇതൊക്കെ ഉണ്ട്. ഓക്കെ, ഇതൊക്കെ സോയിലായിരിക്കും അവൈലബിൾ ആയിട്ടുണ്ടാവുക. സോ പ്ലാന്റ്സിൽ റൂട്ട്സ്
വാട്ടറിനെ അബ്സോർബ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഈ മിനറൽ ന്യൂട്രിയൻസിനെയും ഫെർട്ടിലൈസേഴ്സിനെയും ഒക്കെ ആ വാട്ടറിന്റെ കൂടെ റൂട്ട് മുകളിലേക്ക് അബ്സോർബ് ചെയ്ത് എടുക്കും ഡിസോൾഡ് ഫോമിൽ. കത്തിക്ക് ഡാറ്റ കാണിച്ച് അത് ഫസ്റ്റ് വൺ, അതൊന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ. നമ്മുടെ സോയിലിനകത്തുള്ള ന്യൂട്രിയൻ കണ്ടന്റ് അല്ലെങ്കിൽ ഈ പറയുന്ന മൈന്യൂട്ട് ആയിട്ടുള്ള അത്രയും പൗഡർ പോലെയുള്ള അയോൺസ് ആയിരിക്കും നമുക്ക് ഈ സാധനം കാണാൻ പോലും പറ്റത്തുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള ന്യൂട്രിയൻസ് അല്ലെങ്കിൽ മിനറൽസിനെയും ഫെർട്ടിലൈസേഴ്സിനെയും വാട്ടറിന്റെ കൂട്ടത്തിലാണ് ആര് അബ്സോർബ് ചെയ്യുന്നത്? പ്ലാന്റ്സ് റൂട്ട്സിലൂടെ അബ്സോർബ് ചെയ്തെടുക്കുന്നത്. ദെൻ വാട്ടർ ഇസ് എസെൻഷ്യൽ ബിക്കോസ് ജെർമിനേഷൻ ഓഫ് സീഡ്സ് ഡസ് നോട്ട് ടേക്സ് പ്ലേസ് അണ്ടർ ഡ്രൈ കണ്ടീഷൻ. മക്കളെ, പ്ലാന്റ്സിൽ വിത്ത് മുളയ്ക്കുക അല്ലെങ്കിൽ സീഡ് ജെർമിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അതിന് എന്താ ആവശ്യമാണ്? വാട്ടർ ഇസ് വെരി എസെൻഷ്യൽ ഫോർ ദാറ്റ് പ്രോസസ്. സോ വാട്ടർ ഇല്ലാതെ അവിടെ ഡ്രൈ ആയിട്ടുള്ള കണ്ടീഷനിൽ സീഡിന്റെ ജെർമിനേഷൻ നടക്കത്തില്ല. സോ ഇറ്റ്സ് എസെൻഷ്യൽ. വാട്ടർ ഇസ് എസെൻഷ്യൽ ഫോർ സീഡ് ജെർമിനേഷൻ പ്രോസസ് ഇൻ പ്ലാന്റ്സ്. ആൻഡ് ഹോട്ട് എയർ കറണ്ട്, അതായത് ചൂട് കാലത്ത് അല്ലെങ്കിൽ ചൂടുള്ള സമയത്തൊക്കെ പ്ലാന്റ്സിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് ഈ പറയുന്ന വാട്ടർ ഉള്ളത് കൊണ്ടല്ലേ? ആണെങ്കിൽ ഡാറ്റ കാണിച്ച് ഡ്രൈ ആയിട്ട് നിൽക്കുമ്പോൾ പ്ലാന്റ്സിനകത്ത് വാട്ടർ കിട്ടുമ്പോൾ ആ പ്ലാന്റ്സിന് ഈ പറഞ്ഞ ഉണങ്ങി പോവാതെ അല്ലെങ്കിൽ ഡ്രൈ ആയി പോവാതിരിക്കാനുള്ള ആ ഒരു ലെവലിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടുവാണ്. പിന്നെ 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 വേറൊന്നുമില്ല, സോയിലിന്റെ മോയ്സ്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ടർ നമ്മൾ നനച്ചു കൊടുക്കുന്നു പറഞ്ഞു. പിന്നെ ഫ്രീക്വൻസി ആൻഡ് ടൈമിംഗ്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, നന്നായിട്ട് നനഞ്ഞോട്ടെ എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, വെറുതെ കോരി ഒഴിച്ചുകൊണ്ടിരിക്കരുത്. ഫ്രീക്വൻസി ആൻഡ് ടൈമിംഗ് ഓഫ് ഇറിഗേഷൻ. എപ്പോഴും വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല, ചിലപ്പോൾ ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ടൈമിൽ കറക്റ്റ് സമയത്ത് കറക്റ്റ് എമൗണ്ട് ഓഫ് വാട്ടർ മാത്രം സപ്ലൈ ചെയ്യാം. സെറ്റാണെങ്കിൽ തംസ് ഇട്ടോളൂ, ഓക്കെയാണ്. ഇനി ഇറിഗേഷൻ മെത്തേഡ്സ് ഒന്ന് മാർക്ക് ചെയ്ത്, ഞാൻ പറയുന്നത് മാത്രമേ ആ ഇറിഗേഷൻ മെത്തേഡ്സിൽ ചോദിക്കാറുള്ളത് സാധാരണ. ഡെക്ലി, ചെയിൻ പമ്പ്, മോട്ട് ഓർ പുള്ളി സിസ്റ്റം, റാഹത്ത് ഓർ ലിവർ സിസ്റ്റം. കണ്ടായിരുന്നു ബുക്കിനകത്ത്? അത് കണ്ടവരുന്ന ഡാറ്റ കാണിച്ച് പേര് പഠിച്ചു വെച്ചോളൂ കേട്ടോ. മോട്ട് ഉണ്ട്, മോട്ട് പുള്ളി സിസ്റ്റം ആണ്. ഡെക്ലി ഉണ്ട്, അതുപോലെ ചെയിൻ പമ്പ്, റാഹത്ത് ലിവർ സിസ്റ്റം. റാഹത്ത് ലിവർ സിസ്റ്റം ആണ്. ദെൻ ചെയിൻ പമ്പ് ഉണ്ട്, ഡെക്ലി ഉണ്ട്. ഓക്കെ ഫൈൻ. ഇത്ര ഓക്കെ ആണെങ്കിൽ ഒന്ന് വേവ് ചെയ്തേ. ഈ നെയിംസ് എന്തായാലും പഠിക്കണം മക്കളെ, നെയിംസ് എന്തായാലും പഠിക്കണം കേട്ടോ. ഓക്കെ, ട്രഡീഷണൽ ഇറിഗേഷൻ മെത്തേഡ്സിന്റെ നെയിം ആണ്. പിന്നെ നമുക്കിപ്പോൾ പറയാം, ലിഫ്റ്റിംഗ്, വാട്ടറിന് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പമ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. ബയോഗ്യാസും ഡീസലും ഇലക്ട്രിസിറ്റി ഒക്കെ വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന പമ്പ്സ് ഒക്കെ ഇപ്പോൾ അവൈലബിൾ അല്ലേ? ആണെങ്കിൽ ഡാറ്റ കാണിച്ച് നമ്മളൊക്കെ ഇലക്ട്രിക് പമ്പ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ കുറച്ചുകൂടി നാളെ മുന്നേക്ക് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഡീസലിന്റെയും പെട്രോളിന്റെയും ബയോഗ്യാസ് ഒക്കെ ഉപയോഗിച്ചൊക്കെ വർക്ക് ചെയ്യുന്ന പമ്പുകൾ ഉണ്ടായിരുന്നു. ഓക്കെ, ഇതാണ് മോഡ് സിസ്റ്റം. കണ്ടോ മക്കളെ? വെള്ളം എടുക്കുന്നു, ഒഴിക്കുന്നു. കണ്ടോ? പുള്ളി സിസ്റ്റം കണ്ടെങ്കിൽ ഡാറ്റ കാണിച്ച് ദിസ് ഇസ് മോഡ് സിസ്റ്റം അല്ലെങ്കിൽ പുള്ളി സിസ്റ്റം ആണത്. ദെൻ ഡെക്ലി കണ്ടായിരുന്നോ? ഡെക്ലി കണ്ടായിരുന്നോ? കൾട്ടിവേറ്റിംഗ് ലാൻഡിലേക്ക് വാട്ടർ സപ്ലൈ ചെയ്യുന്നത് കണ്ടോ? ഇങ്ങനെയാണ് ഡെക്ലി. ചെയിൻ പമ്പ് കണ്ടോ? ഒരു ചെയിൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ പമ്പ് വാട്ടറിനെ കോരുന്നു, ഒഴിക്കുന്നു, കോരുന്നു, ഒഴിക്കുന്നു. ഇതാണ് ചെയിൻ പമ്പിന്റെ ആ പിക്ചർ ഒന്ന് ഓർത്തിരുന്നാൽ മതി, അപ്പൊ കിട്ടും നിങ്ങൾക്കത്. ദെൻ റാഹത്ത് ഓർ ലിവർ സിസ്റ്റം. കണ്ടോ മക്കൾ? ഒരു ബുള്ളിനെ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യിക്കുന്നത് കണ്ടവരുന്ന ഡാറ്റ കാണിച്ച്. ബുള്ളിനെ ഉപയോഗിച്ച് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ബുള്ളിനെ ഉപയോഗിച്ചത് വർക്ക് ചെയ്യിക്കുന്നുണ്ട് കേട്ടോ. ഇനി മോഡേൺ മെത്തേഡ്സിനകത്ത് നമുക്ക് ഇറിഗേഷനിൽ പറയാൻ പറ്റുക സ്പ്രിംഗ്ലർ സിസ്റ്റം. മക്കളെ, വെരി ഇമ്പോർട്ടൻറ്റ്, മാർക്ക് ചെയ്ത് വെച്ചോ. മോഡേൺ ഇറിഗേഷൻ മെത്തേഡ്സിൽ സ്പ്രിംഗ്ലർ സിസ്റ്റം ആണ് കേട്ടോ. സ്പ്രിംഗ്ലർ ഇത് അറിയാവുന്നവരുടെ ഡാറ്റ കാണിച്ച് ഇമ്പോർട്ടൻറ്റ് മാർക്ക് ചെയ്ത് വെച്ചോ. സ്പ്രിംഗ്ലർ സിസ്റ്റം പഠിക്കണം, സ്പ്രിംഗ്ലർ പഠിക്കണം. അതുപോലെ തന്നെ ഡ്രിപ്പ് സിസ്റ്റം, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ട് മോഡേൺ ടെക്നിക്സ് ഓഫ് ഇറിഗേഷൻ എക്സാമിന് ചോദിക്കും. ലോങ് ആൻസറിൽ വരെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു സാധനമാണ് മോഡേൺ മെത്തേഡ്സ് ഓഫ് ഇറിഗേഷൻ. അപ്പൊ ഡ്രിപ്പ് സിസ്റ്റവും പറയാം, സ്പ്രിംഗ്ലർ സിസ്റ്റം. ഇതല്ലേ ഡ്രിപ്പ് മക്കളെ? പ്ലാന്റ്സിന്റെ ചോട്ടിലേക്ക്, അതായത് പ്ലാന്റിന് നട്ടു വെച്ചിട്ട് അതിന്റെ കറക്റ്റ് ആ പോയിന്റിൽ എവിടെയാണോ നമുക്ക് വേണ്ടത് വാട്ടർ, അവിടേക്ക് വാട്ടറിന് എത്തിച്ചു കൊടുക്കുന്നു. അതല്ലേ ഈ പറയുന്ന സിസ്റ്റം ഡ്രിപ്പ്. ഡ്രിപ്പ് അതാണെങ്കിൽ ഡാറ്റ കാണിച്ച്. അപ്പൊ ഡ്രിപ്പ് സിസ്റ്റം പഠിക്കാം, സ്പ്രിംഗ്ലർ സിസ്റ്റം പഠിക്കാം. മോഡേൺ മെത്തേഡ്സ് ആണ് കേട്ടോ. മോഡേൺ ഇറിഗേഷൻ മെത്തേഡ്സ് കണ്ടോ? ഡ്രോപ്പ് ആയിട്ട് ഇങ്ങനെ വീഴുന്ന ആ ഡ്രോപ്പ് ആയിട്ട് കറക്റ്റ് ആ പ്ലാന്റിന്റെ ആ ഒരു ബേസ് എവിടെയാണോ അവിടേക്ക് കറക്റ്റ് ഡ്രോപ്പ് വീണോളൂ കേട്ടോ. ഓക്കെ, ദെൻ വീഡ്സും വീഡിങ്ങും ഇമ്പോർട്ടൻറ്റ്. എന്താണ് വീഡ്സ് മക്കളെ? അൺവാണ്ടഡ് വൈൽഡ് പ്ലാന്റ്സ് ദാറ്റ് ഗ്രോ അലോങ് വിത്ത് കൾട്ടിവേറ്റഡ് ക്രോപ്സ് ആർ കോൾഡ് വീഡ്സ്. പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് വീഡ് ഈസ് കോൾഡ് വീഡിങ്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. മാർക്ക് ചെയ്ത് വെച്ചോളൂ. നമ്മുടെ കൾട്ടിവേറ്റ് ചെയ്യുന്ന ലാൻഡിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന ക്രോപ്പ് പ്ലാന്റിന്റെ കൂടെ ആവശ്യമില്ലാത്ത കുറച്ച് അൺവാണ്ടഡ് ചെടികൾ വളരുന്നുണ്ടാകും. അതിനകത്ത് ആ അൺവാണ്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സിനെയാണ് വീഡ്സ് എന്ന് വിളിക്കുക. ആ വീഡ്സിനെ നമ്മൾ പറിച്ചെറിഞ്ഞ് കളയുന്ന റിമൂവൽ പ്രോസസ്സിനെയാണ് വീഡിംഗ് എന്ന് വിളിക്കുക. ഓക്കെ ആണെങ്കിൽ ഒന്ന് വേവ് ചെയ്തേ. വീഡ്സും വീഡിങ്ങും സിമ്പിൾ, വെരി സിമ്പിൾ. ആൻഡ് വീഡിംഗ് മെത്തേഡ്സ്, വീഡ്സിനെ നമുക്ക് എടുത്ത് കളയാൻ, പിക്ക് ചെയ്ത് കളയാൻ ഉപയോഗിക്കുന്ന മെത്തേഡ്സിൽ മാനുവൽ വീഡിംഗ് മക്കളെ, മാനുവൽ വീഡിങ് നമുക്ക് പുള്ളിങ് ദം അപ്പ് ബൈ ഹാൻഡ്സ് ആൻഡ് ത്രോയിങ് ദം എവേ.
കൈ കൊണ്ട് പറിച്ചെറിഞ്ഞ് കളയാം. ഓക്കെ ആണെങ്കിൽ ഒന്ന് വേവ് ചെയ്തേ. സെറ്റാണല്ലോ. ഈ വീഡ്സ് വരുമ്പോൾ കൈ കൊണ്ട് പറിച്ച് കളയാൻ പറ്റും. മറ്റൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ മാനുവൽ മെത്തേഡ് തന്നെയാണ്, യൂസിങ് ഖുർപ്പി. ഇതല്ലേ ഖുർപ്പി ആണെങ്കിൽ ഡാറ്റ കാണിച്ചേ. ദിസ് ഈസ് ഖുർപ്പി. ഓക്കെ, ഈ ഖുർപ്പി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ അരിവാളില്ലേ, അതാണ് ഖുർപ്പി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്താണ് മാനുവൽ വീഡിങ് ചെയ്യാം, അല്ലെങ്കിൽ കൈ കൊണ്ട് പറിച്ച് കളയാനായിട്ട് പറ്റും. പിന്നെ സീഡ് ഡ്രിൽ ഇസ് ഓൾസോ യൂസ്ഡ് ടു അപ്രൂട്ട് വീഡ്സ്. സീഡ് ഡ്രില്ല് കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ ശരിക്കും? സീഡ് ഡ്രില്ല് കൊണ്ടുവന്നിട്ട് വേറെ പാടെ പിഴുതെടുത്ത് കളയാമെന്നും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇത് പഠിച്ചു വെക്കാലോ. കുർപ്പി ഉപയോഗിച്ചിട്ടുള്ള മാനുവൽ വീഡിങ്ങും അതുപോലെ ഹാൻഡ് കൊണ്ട് പിക്ക് ചെയ്തിട്ട് ത്രോൺ എറിഞ്ഞു കളയുക. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഒന്ന് വേവ് ചെയ്ത് ഓർത്തിരുന്നോ. ഓക്കെ സർ, വീഡിങ് മെത്തേഡ്സ് ഓർത്തിരിക്കുക. ദെൻ സ്പ്രേയിങ് വീഡിസൈഡ്സ്. എന്താണത്? വീഡ്സിനെ കില്ല് ചെയ്യാനുള്ള ഹെർബിസൈഡ് കെമിക്കൽസ് ലൈക്ക് 2,4-D. ഓക്കെ ആണെങ്കിൽ ഒന്ന് വേവ് ചെയ്തേ. 2,4-D പോലെയുള്ള കെമിക്കൽ വീഡിസൈഡ്സ് അല്ലെങ്കിൽ ഹെർബിസൈഡ്സ് ചെടിയുമ്പോൾ കൊണ്ടുവന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. വീഡ്സിൽ മാത്രം സ്പ്രേ ചെയ്ത് കൊടുക്കുക. സോ വീട് അവിടെ എന്ത് ചെയ്തോളും? മൊത്തത്തിൽ വാനിഷ് ആയിട്ട് അങ്ങ് ഡെഡ് ആയി പോയിക്കോളും. ഇതാ കണ്ടോ, വീഡിസൈഡ് അടിക്കുന്ന കണ്ടോ? കണ്ടെങ്കിൽ ഡാറ്റ കാണിച്ചേ. അതില് നോർമൽ പ്ലാന്റ്സിന് പ്രശ്നമൊന്നുമില്ല, വീഡ്സ് ആയിട്ട് വരുന്ന പ്ലാന്റ്സ് അത് ഡാമേജ് ആയി പോയിക്കോളും. ഓക്കെ, അങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റും. ഇനി ഹാർവെസ്റ്റിംഗ് ചാപ്റ്ററിന്റെ എൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഹാർവെസ്റ്റിംഗിന്റെ ഡെഫിനിഷൻ പഠിച്ചു വെച്ച് മക്കളെ. പ്രോസസ് ഓഫ് കട്ടിംഗ് ആൻഡ് ഗ്യാതറിംഗ് മെച്ചുവർ ആയിട്ടുള്ള റൈപ്പൻഡ് എഴുതിക്കോ മക്കളെ. റൈപ്പൻഡ് ക്രോപ്പ് ഈസ് കോൾഡ് ഹാർവെസ്റ്റിംഗ്. അതായത് ഫുള്ളി ഗ്രോ ആയിട്ട് റൈപ്പൻ ചെയ്ത ഫ്രൂട്ട്സ് ആകാം, വെജിറ്റബിൾസ് എന്തോ ആയിക്കോട്ടെ, പഴുത്ത് അല്ലെങ്കിൽ റെഡിയായി പാകമായ പ്ലാന്റ്സിനകത്ത് നിൽക്കുന്ന ഫ്രൂട്ട്സിനെ അല്ലെങ്കിൽ വെജിറ്റബിൾസിനെ, വെതർ ഇറ്റ് ഈസ് എന്ത് ക്രോപ്പ് ആയിക്കോട്ടെ, അതിനെ നമ്മൾ പറിച്ചെടുക്കുന്നതിനെയാണ് ഹാർവെസ്റ്റിംഗ് എന്ന് പറയുക. ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ച്. സെറ്റ് അല്ലേ? വെൻ ക്രോപ്സ് ഗെറ്റ് മെച്യൂർ, യെസ്, ഒരു ഫ്രൂട്ട് ഓർ വെജിറ്റബിൾ എന്തോ ആയിക്കോട്ടെ മെച്യൂർ ആയി കഴിയുമ്പോൾ യൂഷ്വലി അതൊരു യെല്ലോയിഷ് കളറിലേക്ക് അല്ലെങ്കിൽ ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്കൊക്കെ ടേൺ ചെയ്യുന്നുണ്ടാകും. ഹാർവെസ്റ്റിംഗ് ടൈമിൽ നമ്മൾ എന്താ പറയുക, ക്രോപ്സ് ആർ പുൾഡ് ഔട്ട് ഓർ കട്ട് ക്ലോസ് ടു ദ ഗ്രൗണ്ട്. ചിലപ്പോൾ നമ്മൾ ആ ഒരു പിഴുത് മൊത്തത്തിൽ ചെടിയെപ്പാടെ താഴെ നിന്ന് പറിച്ചെടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ അതിന്റെ ബേസ് എവിടെയെങ്കിലും വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ടാവും. ആണെങ്കിൽ ഡാറ്റ കാണിച്ച് ഈ വീറ്റും പാഡിയും ഒക്കെ അങ്ങനെ കട്ട് ചെയ്തല്ലേ എടുക്കുന്നത്. ഓക്കെ, ബട്ട് ഒരു വെജിറ്റബിൾസോ ഫ്രൂട്ട്സ് എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ നിന്ന് കട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. മുകളിൽ നിന്ന് തന്നെ പിക്ക് ചെയ്തെടുത്താൽ പോരെ. മുകളിൽ നിന്ന് തന്നെ ഇങ്ങനെ പ്ലക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ എടുക്കാൻ പറ്റും. ദെൻ നമുക്ക് കൈ കൊണ്ട് ഹാർവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഹാർവെസ്റ്റിംഗ് മെഷീൻസ് കണ്ടിട്ടില്ല മക്കളെ? ഹാർവെസ്റ്റർ കണ്ടിട്ടില്ല? ഇതാണ് ഹാർവെസ്റ്റർ. കണ്ടോ? ഹാർവെസ്റ്റർ കണ്ടെങ്കിൽ ഒന്ന് വേവ് ചെയ്തേ. ഇതുപോലുള്ള ഹാർവെസ്റ്റിംഗ് മെഷീൻസ്, കോമൺ ആയിട്ട് ഹാർവെസ്റ്റിംഗ് നടത്തുന്ന മെഷീൻസിനെയാണ് ഹാർവെസ്റ്റർ എന്ന് പറയുന്നത്. ഇതുപോലെയുള്ള ഹാർവെസ്റ്റർ മെഷീനുകളുടെ ഹെൽപ്പോട് കൂടി നമുക്ക് എന്ത് ചെയ്യാം? ഹാർവെസ്റ്റിംഗ് ചെയ്യാം. അല്ലെങ്കിൽ കൈ കൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ സമയം എടുക്കത്തില്ലേ? ഇത്രയും ലാൻഡ് കവർ ചെയ്യാൻ കുറേ ടൈം കൺസ്യൂമിങ്, ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്. അതുകൊണ്ട് ലേബറിന്റെ എണ്ണം കുറച്ച്, അതേപോലെ സമയം സേവ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ സിമ്പിൾ ആയിട്ട് ഹാർവെസ്റ്റിംഗ് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ? അതെ, ഹാൻഡ് കൊണ്ട് കൈ കൊണ്ട് എടുക്കുന്ന ആളുകളെ കാണുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഡാറ്റ കാണിച്ച്. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഹാർവെസ്റ്റ്. നമ്മുടെ വീട്ടിലുള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് ഹാർവെസ്റ്റ് കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. വീട്ടിൽ കൾട്ടിവേറ്റ് ചെയ്ത ക്രോപ്സ് ഒക്കെ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ നമ്മുടെ കൈ തന്നെ ധാരാളമാണ്. ഓക്കെ, കണ്ടതാ ഇതേപോലെ നമുക്ക് പ്ലക്ക് ചെയ്ത് എടുക്കാം. ഇവരെ ആപ്പിൾ അല്ലേ പ്ലക്ക് ചെയ്യുന്നേ അല്ലേ? ഓക്കെ, ത്രഷിംഗ്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ത്രഷിംഗ്? ത്രഷിംഗ് മക്കളെ, പ്രോസസ് ബൈ വിച്ച് ദ ഗ്രെയിൻ സീഡ്സ് ആർ സെപ്പറേറ്റഡ് ഫ്രം ദി ചാഫ് ഇസ് കോൾഡ് ത്രഷിംഗ്. എന്താ ത്രഷിംഗ്? റൈസൊക്കെ ആണെങ്കിൽ പറിച്ചിട്ട സാധനം ഇങ്ങനെ അടിച്ച് അതിൽ നിന്ന് അതിന്റെ സീഡിനെയും അതിന്റെ ആവശ്യമില്ലാത്ത ചവറില്ലേ, ചാഫ് എന്ന് പറഞ്ഞാൽ അതിന്റെ ചവർ, അതിനെ അങ്ങ് സെപ്പറേറ്റ് ചെയ്യുക. മനസ്സിലായി? ഒന്ന് വേവ് ചെയ്തേ. അപ്പോൾ ത്രഷിംഗ് പഠിച്ചു വെച്ചോ കേട്ടോ. ത്രഷിംഗ് ഇറ്റ് ഈസ് ക്യാരിഡ് ഔട്ട് വിത്ത് ഹെൽപ്പ് ഓഫ് മെഷീൻസ് യൂസ് ചെയ്യാം. ഓക്കെ, കമ്പൈൻ എന്ന് പറയുന്ന മെഷീൻ ഉപയോഗിച്ച് വേണമെങ്കിൽ ചെയ്യാം. അത് ഹാർവെസ്റ്ററിന്റെയും ത്രഷറിന്റെ ഒരു കോമ്പിനേഷനാണ് കമ്പൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ മെഷീൻ വെച്ച് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് പാരൻസ് ഒക്കെ എങ്ങനെയാ ഇതുപോലെ ആയിരുന്നു ചെയ്തിരുന്നെങ്കിൽ ഒന്ന് വേവ് ചെയ്തേ അല്ലേ? ഇങ്ങനെ അവരിങ്ങനെ റൗണ്ട് ആയിട്ട് വട്ടം കൂടി നിൽക്കും, എന്നിട്ട് ഇങ്ങനെ അടിച്ചടിച്ച് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കുമ്പോൾ അതിനകത്ത് നിന്ന് സീഡ് വേറെ ആകും, ഈ ചവർ മാത്രം അവസാനം കിട്ടും, എന്നിട്ട് ചവർ എടുത്ത് കളയും. ഓക്കെ, നമുക്കത് വേണമെങ്കിൽ ഈ പറഞ്ഞ കാറ്റിൽസിന് ഫുഡായിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ദെൻ വിന്നോയിങ് ഇമ്പോർട്ടൻ്റ്. ത്രഷിംഗ് പോലെ തന്നെ 1 മാർക്കിന് ചോദിക്കും മക്കളെ. നമ്മൾ ക്വസ്റ്റ്യൻസ് ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്തപ്പോൾ ഇതൊക്കെ മാച്ച് ദ ഫോളോയിങ്ങിൽ വന്നതിന്റെ മക്കൾ കണ്ടായിരുന്നോ? കണ്ടിരുന്നെങ്കിൽ ഡാറ്റ കാണിച്ച്. ഇതൊക്കെ മാച്ച് ദ ഫോളോയിങ്ങിൽ വരാം, ഫിൽ അപ്പ് ദ ബ്ലാങ്ക്സിൽ വരാം, അതേപോലെ തന്നെ ട്രൂ ഓർ ഫോൾസിനകത്ത് വരാം. മനസ്സിലായോ? അങ്ങനെയൊക്കെ ചോദിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ വിന്നോയിങ് പറഞ്ഞാൽ ഇതാണ് സംഭവം. ത്രഷിംഗ് കഴിഞ്ഞതിന് ശേഷം ഗ്രെയിൻസ് ആർ സെപ്പറേറ്റഡ് ഫ്രം ചാഫ് ബൈ എ പ്രോസസ് കോൾഡ് വിന്നോയിങ്. വിന്നോയിങ് എന്ന് പറയുമ്പോൾ വിൻഡ്, ബ്ലോയിങ് വിൻഡിന്റെ ഡയറക്ഷനിൽ ഇതെടുത്ത് ഇങ്ങനെ പിടിച്ചോണ്ട് നിന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ആട്ടിക്കൊണ്ടെടുക്കും. കണ്ടിട്ടുണ്ടോ? വീട്ടിൽ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്ന പാരൻസ് ഒക്കെ ചെയ്യാറുണ്ടോ? ഞങ്ങളുടെയൊക്കെ തറവാടായിരുന്നു, അപ്പോൾ അമ്മയൊക്കെ ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഈ സംഭവം. അതായത് ഇപ്പൊ പിന്നെ അത്രയും റൈസിനകത്ത് പ്രശ്നം. പണ്ട് ഡയറക്റ്റ് ഈ കൾട്ടിവേറ്റിംഗ് ഫീൽഡിൽ നേരെ വരുന്ന റൈസൊക്കെ ആണെന്നുണ്ടെങ്കിൽ വിന്നോയിങ് ചെയ്തില്ലെങ്കിൽ അതിൽ കുറേ പറയുന്ന ചവറൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇങ്ങനെ ആട്ടി കളയുമ്പോൾ വിൻഡിന്റെ ഡയറക്ഷൻ കണ്ടോ? ബ്ലോയിങ് വിൻഡിന്റെ ഡയറക്ഷനിൽ പിടിക്കും, അതിങ്ങനെ ആ ഒരു ഹസ്കും ചാഫ് എല്ലാം കൂടെ ഇതായി പോകുന്നുണ്ടോ മക്കളെ? പറന്നു പോകുന്നുണ്ടോ? ദെൻ ആവശ്യമുള്ള വെയിറ്റ് ഉള്ള സീഡ് മാത്രം താഴെ കിടക്കും.
കണ്ടോ? അപ്പൊ വിന്നോയിങ് മനസ്സിലാവുന്ന ഡാറ്റ കാണിച്ചേ. അപ്പോ ഹാർവെസ്റ്റിംഗ്, ത്രഷിംഗ്, വിന്നോയിങ് മറക്കരുത് കേട്ടോ, വിന്നോയിങ്ങിന്റെ കാര്യം മറക്കരുത്. ആൻഡ് സ്റ്റോറേജ്, ഫൈനലി നമ്മൾ ഈ പറയുന്ന കൾട്ടിവേറ്റ് ചെയ്തെടുത്ത സാധനം ഡാമേജ് ആയി പോവാതെ അല്ലെങ്കിൽ അത് മൊത്തത്തിൽ ചീത്തയായി പോവാതെ സൂക്ഷിച്ച് വെക്കണം. അതാണ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. സ്റ്റോറേജിന് ഇതാ ഈ ടാങ്ക് നമുക്ക് സ്റ്റോറേജ് ടാങ്കുകൾ, വലിയ ടാങ്ക് കണ്ടായിരുന്നു മക്കൾ, ഇവിടെ കണ്ടായിരുന്നു, കണ്ടെങ്കിൽ ഡാറ്റ കാണിച്ച്. അതുപോലെ നമുക്ക് സേഫ് ആയിട്ട് കേട്ടോ, സേഫ് ആയിട്ട് സ്റ്റോർ ചെയ്യണം. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ദാ crops or grains have to kept for longer time. They should be safe from moisture, insect, rat, microorganisms. കണ്ടോ, മൈക്രോ ഓർഗാനിസംസിൽ നിന്നും അതേപോലെ ഇത് നശിപ്പിക്കാൻ വരുന്ന പല ഓർഗാനിസംസ് ഉണ്ട്. ഇവരിന്നൊക്കെ പ്രൊട്ടക്റ്റഡ് ആയിട്ടായിരിക്കണം നമ്മൾ ഈ സാധനം സേഫ് ആക്കി വെക്കേണ്ടത്. അതിനുവേണ്ടി നമുക്ക് ചിലപ്പോൾ ചിലതിനകത്ത് ഇൻസെക്ടിസൈഡ് അടിച്ച് വെക്കാം, ചിലപ്പോൾ റോഡന്റിസൈഡ് അടിച്ച് വെക്കാം. അതേപോലെ ഇതൊക്കെ സ്പ്രേ ഇൻസെക്റ്റിനെയും റാറ്റിനെയൊക്കെ ഈ പറഞ്ഞ സാധനത്തിൽ നിന്ന് നമുക്ക് മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് റോഡന്റിസൈഡ്സോ ഇൻസെക്ടിസൈഡ്സോ ഒക്കെ ചെറുതായിട്ട് സ്പ്രേ ചെയ്യാൻ പാടില്ലാത്ത കെമിക്കൽസ് ഒന്നും സ്പ്രേ ചെയ്യാനും പാടില്ല കേട്ടോ. ഓക്കെ, അപ്പൊ സ്റ്റോറേജ് ഓക്കെ ആണെങ്കിൽ ഒന്ന് വേവ് ചെയ്ത് സ്റ്റോറേജ് സൂക്ഷിച്ച് വെക്കാം, ഡാമേജ് ആവാതെ സൂക്ഷിച്ച് വെക്കാം. ഓക്കെ, ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ മക്കളെ. ഈ ഗ്രെയിൻസ് ഒക്കെ നമ്മൾ ജൂട്ടിന്റെ ബാഗ്സിൽ, ചാക്ക് കണ്ടിട്ടുണ്ടോ മക്കളെ? റൈസ് നമ്മുടെ മാർക്കറ്റുകളിലൊക്കെ ചാക്കിലല്ല അരി വരിക, ജൂട്ടിന്റെ ചാക്കുകളിൽ വരുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ ഡാറ്റ കാണിച്ച്. ജൂട്ടിന്റെ കവർ ബാഗുകളിലാണ് സാധനം വരിക, ഡാമേജ് ആവത്തില്ല. അതുപോലെ മെറ്റാലിക് ബിൻസ്, ഓക്കെ, ഫാർമേഴ്സിന് മെറ്റാലിക് ബിന്നുകളിലോ ജൂട്ടിന്റെ ബാഗുകളിലോ, അതുപോലെ തന്നെ ലാർജ് സ്കെയിൽ വലിയ കമ്പനികളൊക്കെ പോലെ വലിയ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ആണെന്നുണ്ടെങ്കിൽ സൈലോസ്, എന്താണ് സൈലോസ് ആൻഡ് ഗ്രാനറീസ് ടു പ്രൊട്ടക്ട് ദം ഫ്രം പെസ്റ്റ്. ഇതാണ് സൈലോസ്. കണ്ടോ, ആണെങ്കിൽ ഡാറ്റ കാണിച്ച് കണ്ടിട്ടുണ്ടല്ലോ സൈലോസ്. ഓക്കെ, സൈലോസിനകത്ത് ആക്കിയിട്ടും പ്രൊട്ടക്ട് ചെയ്യാം. പിന്നെ നമുക്ക് ഈ പറയുന്ന എന്താ പറയുക, ഇൻസെക്ടിസൈഡ്, നാച്ചുറൽ കെമിക്കൽസ്, ഭയങ്കര കെമിക്കൽ ഉപയോഗിക്കാതെ നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ നീമിന്റെ ലീഫൊക്കെ ഇല്ലേ മക്കളെ, നീമില്ലേ, ആര്യവേപ്പില്ലേ, അതിന്റെ ലീഫൊക്കെ ഡ്രൈ ചെയ്ത് കൊണ്ടുവന്ന് ഇത് സൂക്ഷിക്കുന്ന സ്ഥലത്തിട്ടാൽ പെട്ടെന്ന് ഈ പറയുന്ന മൈക്രോ ഓർഗാനിസംസോ ഇൻസെക്ട്സ് ഒന്നും വന്ന് ഇതിനെ ഡാമേജ് ആക്കി കളയത്തില്ല. ഓക്കെ, സെറ്റ് ആണെങ്കിൽ തംസ് ഇടാം. ആൻഡ് ലാസ്റ്റ് ടോപ്പിക് ഓഫ് ദിസ് ചാപ്റ്റർ, ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് അനിമൽസിൽ നിന്ന് കിട്ടുന്ന ഫുഡ്, ലൈക്ക് മിൽക്ക് കിട്ടുന്നത് എവിടെ നോക്കിയാൽ മിൽക്ക് കിട്ടുക? കൗ ഉണ്ട്, ബഫല്ലോ ഉണ്ട്, ഷീ ഗോട്ട് ഉണ്ട്, ഷീ ക്യാമൽ. ഇവിടെ നിന്നൊക്കെ മിൽക്ക് കിട്ടത്തില്ലേ? കിട്ടുമെങ്കിൽ ഡാറ്റ കാണിച്ചോ. അയ്യപ്പോൾ നിങ്ങൾ ഈ ക്യാമലിൻ്റെ ഒക്കെ നമ്മൾ കുടിക്കോ? നമ്മളല്ല, യു എയിലൊക്കെ ഇല്ലേ, അറിയാലോ, അറബിക് അല്ലേ, അറേബ്യൻ കൺട്രീസിൽ ഇത് കുടിക്കുന്ന അറിയാവുന്ന ഒരു ഡാറ്റ കാണിച്ച്. ക്യാമലിൻ്റെ മിൽക്ക് കുടിക്കും കേട്ടോ. ഓക്കെ, ഫൈൻ, യെസ്. ദെൻ എഗ്ഗ് കിട്ടുന്നത് നമുക്ക് ഇവിടെ നിന്നാണ്, ഹെന്നിന്ന് കിട്ടും, ഡക്കിന്ന് കിട്ടും. പിന്നെ എക്സാമ്പിൾ നമുക്ക് വേറെ വേണമെങ്കിൽ എഴുതാം, മുട്ട ഇടുന്നത് മാത്രമേ എഴുതാൻ പാടുള്ളൂ. മീറ്റ് ചിക്കൻ്റെതുണ്ട്, ഫിഷിൻ്റെതുണ്ട്, ഗോട്ടിൻ്റെതുണ്ട്. ബഫല്ലോ ഞാൻ എഴുതത്തില്ല, പണിയാവും. സീ ഫുഡ് പറയുമ്പോൾ എന്താ? ഫിഷ്, പ്രോൺ, ഓയിസ്റ്റേഴ്സ്. എഴുതാൻ പാടില്ലേ? ആണെങ്കിൽ ഒന്ന് വേവ് ചെയ്തേ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് നമുക്ക് അനിമൽസിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് the process of rearing animals by providing them proper food, shelter and care is called animal husbandry. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്ത് വെച്ചോ. ഇങ്ങനെ നമുക്ക് നമ്മുടെ ഉപയോഗങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പല പ്രൊഡക്റ്റുകളും അനിമൽസിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യണം. അങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പല പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടും അനിമൽസിനെ വളർത്തുന്ന ആ ഒരു പ്രോസസ്സിനെ അവർക്ക് പ്രോപ്പർ ഷെൽട്ടർ കൊടുത്ത്, ഫുഡ് കൊടുത്ത്, നല്ല കെയർ കൊടുത്ത് അവരെ വളർത്തുന്ന പ്രോസസ്സാണ് അനിമൽ ഹസ്ബൻഡറി. സെറ്റ് ആണെങ്കിൽ ഒരു കിടിലൻ ഡാറ്റ കാണിച്ചോ കേട്ടോ. ഓക്കെ, കിടിലൻ ഡാറ്റ കാണിച്ചോ. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ ഇത് പറഞ്ഞു തന്നാൽ വേറെ ഒന്നിന് വേണ്ടിയിട്ടല്ല, ഇത് എന്തായാലും പഠിച്ചിട്ട് വേണം നിങ്ങൾ ഫൈനൽ എക്സാമിന് പോകാനായിട്ട്. ഓക്കെ, ഐ തിങ്ക് ഇറ്റ്സ് ടൈം ഫോർ എ ഷോർട്ട് ബ്രേക്ക്. നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം, 10 മിനിറ്റ്സിന്റെ. എടുക്കാമെങ്കിൽ തംസ് കാണിച്ചോ കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു ചെറിയ ബ്രേക്കിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. ഇനി 2 ചാപ്റ്റേഴ്സോട് സാർ പറഞ്ഞു തരാം. അതിലെയും ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രമായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. ആ പറയുന്ന പോയിന്റ്സ് വൃത്തിക്കൊന്ന് പഠിച്ചിട്ടുണ്ടാവണം. സോ 10 മിനിറ്റ്സ് ഇപ്പോൾ ബ്രേക്ക് എടുത്തോളൂ കേട്ടോ. ഓക്കെ, പോയിട്ട് വരും. മക്കളെ, സാർ ഇതൊന്ന് എടുത്തോട്ട് പോകാമോ? ഇത് ഞാൻ കളയും കേട്ടോ മക്കളെ. യെസ്, കളഞ്ഞോളൂ സാർ, കളഞ്ഞോളൂ. മക്കളെടാ, വേഗം തിരിച്ചു വന്ന് വീഡിയോ ഓൺ ചെയ്തേ. നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. ഹായ് സാർ, എൻ്റെ തലയുടെ പുറകിൽ നോക്കി സാർ, ദിവ്യമായിട്ടുള്ളൊരു സാധനം. മക്കളെ, വേഗം തിരിച്ചു വരൂ. കണ്ടിട്ടുണ്ടോ നിങ്ങൾ മറ്റേ പള്ളിയുടെയൊക്കെ അൾത്താരയിൽ ഇങ്ങനത്തെ ഒരു സാധനം ഇരിക്കണല്ലോ അല്ലേ, ഇങ്ങനെ. എടാ, വീഡിയോ ഓൺ ചെയ്തേ വേഗം. എയ്ഡ്രിനെ ഓക്കെ, അപ്പോൾ നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്താലോ? മൈക്രോ ഓർഗാനിസംസ്, ഫ്രണ്ട് ആൻഡ് ഫോ. സ്റ്റാർട്ട് ചെയ്യാന്നെങ്കിൽ ഡാറ്റ കാണിച്ചോട്ടോ. അപ്പോൾ ഇതിന് പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ അടുത്ത ദിവസം എക്സാം എഴുതാനായിട്ട്. ഓക്കെ, ഓക്കെ. അപ്പോൾ നമുക്ക് മൈക്രോ ഓർഗാനിസംസ്, ഫ്രണ്ട് ആൻഡ് ഫോ പറയുന്ന ചാപ്റ്റർ എന്ന്
ആദ്യം പഠിക്കേണ്ട കാര്യം ഇതൊക്കെ സിമ്പിൾ സാധനങ്ങളാണ്. മൈക്രോ ഓർഗാനിസംസ് ഏതൊക്കെയാണ്? ലൈക്ക് ബാക്ടീരിയ ഉണ്ട്, ഫംഗി ഉണ്ട്, പ്രോട്ടോസോയ ഉണ്ട്, ആൽഗ ഉണ്ട്, എക്സെട്ര. ഇതൊക്കെ നമുക്ക് പറയാം മൈക്രോ ഓർഗാനിസംസ് ആണ്. ബട്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്ക് ചെയ്ത് വെച്ചോളൂ. ബാക്ടീരിയയുടെ യെസ് നോക്കിക്കേ മക്കള്, ദീസ് ആർ ദ സിംപ്ലസ്റ്റ് യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ഹാവിംഗ് റിജിഡ് സെൽ വാൾ ലൈക്ക് പ്ലാന്റ് സെൽസ്. ലാക്ടോബാസില്ലസ് ഇസ് എൻ എക്സാമ്പിൾ. സോ ഇത് 1 മാർക്ക്, ഇത് 1 മാർക്ക്, ടോട്ടൽ 2 മാർക്സ്. ഓക്കെ ആണെങ്കിൽ ഒന്ന് വേവ് ചെയ്തോളൂ. സെറ്റ് ആണല്ലോ. ബാക്ടീരിയ മക്കളെ വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നവർ വേഗം ഒന്ന് വീഡിയോ ഓൺ ചെയ്തേടാ. തിരിച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ ഓൺ ചെയ്തിരിക്കുക കേട്ടോ. അപ്പൊ ബാക്ടീരിയയുടെ കാര്യം മാർക്ക് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ബാക്ടീരിയക്ക് എക്സാമ്പിളും നിങ്ങൾ പഠിച്ചു വെക്കണേ. നെക്സ്റ്റ് ഫംഗി ആണ്. ബാക്ടീരിയ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണോ അത്രയും ഇമ്പോർട്ടന്റ് ആണ് എന്തും ഫംഗിയും അത്രയും തന്നെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു സാധനമാണ്. സോ ഇവിടെ യെസ്, it is a large group of organisms which do not have chlorophyll and hence do not photosynthesize, thus they are heterotrophs. Okay ആണെങ്കിൽ ഒന്ന് വേവ് ചെയ്തോളൂ. എക്സാമ്പിൾസ് ഈസ്റ്റ് പഠിക്കണം, പെനിസിലിയം പഠിക്കണം, ആസ്പെർജില്ലസ് പഠിക്കണം, റൈസോപ്പസ് പഠിക്കണം. കാരണം ഈ 4 പേരെയും ബേസ് ചെയ്തിട്ട് എക്സാമിന് ക്വസ്റ്റ്യൻസ് മാറി 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 ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. സെറ്റ് ആണെങ്കിൽ ടാറ്റ കാണിക്കുക കേട്ടോ. ഓക്കെ, ഇത് പെനിസിലിയം ആണ് ആൻഡ് ഇത് ഈസ്റ്റ് ആണ്. ദെൻ നമുക്ക് ഏതൊക്കെയുണ്ട്? യെസ്, ഇത് ആസ്പെർജില്ലസ് ആണ്. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ വേവ് ചെയ്തേ. ഇത് ആസ്പെർജില്ലസ്, കുറച്ചൊരു വൃത്തിയുള്ള ആസ്പെർജില്ലസ് കാണിച്ചു തരാം. കണ്ടോ? ഇത് റൈസോപ്പസ് ആണ്. ഓക്കെ, ഇമ്പോർട്ടൻറ്റ്. ഈ റൈസോപ്പസിന്റെ ഫിഗർ 10th വരെ ഉള്ളതാണ് പഠിക്കാൻ. നമുക്ക് 10th ഈ ഫിഗർ വരച്ച് തന്നെ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നോളൂ. എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കാം. അത് ഫംഗസിന്റെ കാറ്റഗറിയിൽ വരുന്ന എക്സാമ്പിൾസ് ആണെന്നുള്ളത് വൃത്തിക്ക് പഠിച്ചു വെച്ചേക്കാം. ആൻഡ് പ്രോട്ടോസോവ മക്കളെ ഇമ്പോർട്ടൻറ്റ്. പ്രോട്ടോസോവ ഇത്രയും മതി സെന്റൻസ് ഇരുന്ന്. ഇറ്റ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് സിംഗിൾ സെൽഡ് ഓർഗാനിസംസ് ഹാവ് ആനിമൽ ലൈക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ദേ ക്യാൻ മൂവ് ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ്. പ്ലേസ് ടു പ്ലേസ് മതി. അമീബയും പാരമീസിയവും എക്സാമ്പിൾ ആയിട്ട് പഠിക്കാം. ഓക്കെ ആണോ? സെറ്റ് ആണെങ്കിൽ ടാറ്റ കാണിക്കാം കേട്ടോ. ഓക്കെ ഫൈൻ. ദെൻ ദിസ് ഇസ് അമീബ, ദിസ് ഇസ് പാരമീസിയം. കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ ടാറ്റ കാണിച്ച്. അമീബ പാരമീസിയം, അമീബ പാരമീസിയം. ഓക്കെ, ആൽഗെ ഇമ്പോർട്ടൻറ്റ്. ഒരു മാച്ച് ദ ഫോളോയിങ് നിങ്ങൾ ക്ലാസ്സിൽ ഞാൻ ചെയ്യിച്ചത് ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഈ ഒരു സെക്ഷനിൽ നിന്ന് മൈക്രോ ഓർഗാനിസംസിൻ്റെ ഈ ഒരു സെക്ഷനിൽ നിന്ന് ഒരു മാച്ച് ദ ഫോളോയിങ് ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. കാറ്റഗറിയുടെ പേര് റൈറ്റ് സൈഡിൽ എക്സാമ്പിൾസ്, കോളം മാച്ച് ചെയ്യാൻ ഓർക്കുന്നുണ്ടോ? ക്ലാസ്സിൽ ചെയ്ത് ഓർക്കുന്നവരുടെ വേവ് ചെയ്ത് കാറ്റഗറി, അതായത് ആൽഗെ, ഫംഗൈ, ബാക്ടീരിയ, പ്രോട്ടോസോ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കും. അടുത്ത സൈഡിൽ അതിൻ്റെ എക്സാമ്പിൾസ് കൊടുക്കും. സോ വി ഹാവ് ടു മാച്ച് ദം കറക്റ്റ്ലി. നമ്മൾ അതിനെ കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻഡ് ഇത് നോക്കിക്കേടാം. ആൽഗെ, ഇറ്റ് ഈസ് എ ലാർജ് ഗ്രൂപ്പ് ഓഫ് സിമ്പിൾ plant-like organisms. They have no true root, stem or leaves. They can be unicellular or multicellular. Algae are photoautotrophic organisms that carry out photosynthesis. മക്കളെ photoautotrophic എന്ന് പറയുന്നത് photosynthesisലൂടെ they can prepare their own food. That's the reason why അവരെ നമ്മൾ എന്ത് വിളിക്കുന്നു? photoautotrophs എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണോ? സെറ്റ് ആണെങ്കിൽ ഒന്ന് വേവ് ചെയ്തോളൂ. എക്സാമ്പിൾ വെരി കമ്പൽസറി ആയിട്ടും പഠിച്ചു വയ്ക്കുക. വെരി ഇമ്പോർട്ടൻറ്റ്. സ്പൈറോഗൈറ, ക്ലാമിഡോമോണാസ്. ഇതിലിതാ ഈ കാണിച്ചിരിക്കുന്ന സാധനമാണ് ക്ലാമിഡോമോണാസ്. ഈ സ്ട്രാൻഡ് പോയിരിക്കുന്ന ഇതാണ് സ്പൈറോഗൈറ. ഓക്കെ ആണെങ്കിൽ ഒന്ന് വേവ് ചെയ്തേ. സ്പൈറോഗൈറയും ക്ലാമിഡോമോണാസും ആണ് എക്സാമ്പിൾ ഫോർ ആൽഗെ. മറക്കരുത് കേട്ടോ, മറന്നു പോകരുത് എക്സാമ്പിൾസ്. ആൻഡ് ഇത് ആൽഗൽ ബ്ലൂമാണ്. വൈറസസ് മക്കളെ, വൈറസ് ഇത്രയും മതി. മൈക്രോസ്കോപ്പിക് ഓർഗാനിസംസ് അല്ലെങ്കിൽ അത്രയും വേണ്ട, അത്രയും ഫുള്ള് വേണ്ട നിങ്ങൾക്ക്. ഇത്രയും മതി. മൈക്രോസ്കോപ്പിക് ഓർഗാനിസംസ് ബട്ട് ആർ ഡിഫറെൻറ്റ് ഫ്രം ദി അതർ മൈക്രോ ഓർഗാനിസംസ്. ദേ റീപ്രൊഡ്യൂസ് ഓൺലി ഇൻസൈഡ് ദ സെൽ ഓഫ് ദ ഹോസ്റ്റ് ഓർഗാനിസം. ഓക്കെ, സെറ്റാണോ? ഇത്രയും പഠിക്കാൻ തുടങ്ങി ഡാറ്റ കാണിച്ച്. മിനിമം എന്താണ് വൈറസ് എന്നുള്ളതിന് മിനിമം ആണ് ഈ പറയേണ്ടത്. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഡാറ്റ കാണിച്ചോ. നിങ്ങളോട് പറയാം വൈറസിന് ഒരു എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ഏത് എഴുതും? ആരെങ്കിലും അറിയാമോ? വൈറസിന് ഒരു എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാർ ഒന്ന് വിളിച്ചതാ, അവിടെ ചാറ്റയെ കാണുന്നുണ്ട്. ആരാണ് സാർ? വൈഗ ഒന്ന് പറഞ്ഞു കേൾക്കട്ടെ. എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ ചുമ്മാ എഴുതാൻ പറയുവാണ്. ഏത് വൈറസിന്റെ നെയിം എഴുതും? കോവിഡാ? ഫ്ലൂവാ? വൈറസിന്റെ പേരാ? ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേടാ. വൈറസ് എഴുതാൻ പറഞ്ഞാൽ സാർ ഇവിടെ എഴുതിയിരിക്കുന്ന എക്സാമ്പിൾസ് ഒന്ന് നോട്ട് ചെയ്യൂ. HIV വൈറസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഡാറ്റ കാണിച്ചേ. HIV വൈറസ് ഉണ്ടല്ലോ, ഉണ്ട്. TMV, ഈ 2 ടേംസ് പഠിച്ചു വയ്ക്കാറ് നിങ്ങൾക്ക്. HIV-യും TMV-യും വൈറസുകൾക്ക് എക്സാമ്പിൾ ആണ്. ഓക്കെ, പഠിച്ചു വെച്ചോ. ഇത് നമുക്ക് ഒന്നും കിട്ടിയതെങ്കിൽ എന്താണ്?
കൊറോണ വൈറസ് അല്ലേ? കൊറോണ വൈറസ് അല്ലേ? ആണോ? ആണെങ്കിൽ ആയിട്ടാണ് വേണമെങ്കിൽ ഒന്നും കിട്ടിയില്ലെങ്കിൽ അല്ല, ആൻസറിന്റെ കൂടെ വെറുതെ വേണമെങ്കിൽ ഒന്ന് നൈസായിട്ടൊന്ന് എന്താ പറയാ, ഒരു മോഡിഫിക്കേഷൻ വേണ്ടി എഴുതി വെക്കാം. അത് മാത്രം എഴുതി വെച്ചാൽ മാർക്ക് തരത്തില്ല കേട്ടോ. HIV TMV ഒക്കെ ഒന്ന് എക്സാമ്പിൾ ആയിട്ട് പഠിച്ചു വെച്ചോളൂ, വൈറസിന് എക്സാമ്പിൾ കേട്ടോ. ആരാണ് സാർ? മിഷൽ. എന്ത് പറ്റി? കൊടുത്തിട്ടില്ലേ? ആ, ഡെഫിനിഷൻ വേണമെന്നില്ലടാ. ഡെഫിനിഷൻ ഇല്ലെങ്കിലും ഇപ്പൊ ആൽഗെ എക്സാമ്പിൾ മനസ്സിലായോ? പ്രോട്ടോസോവ എക്സാമ്പിൾ, അതാ മാച്ച് ദ ഫോളോയിങ് ചോദിക്കുക. ഡെഫിനിഷൻ ഇല്ലെങ്കിലും നമുക്ക് എന്ത് ചോദിക്കും? മാച്ച് ദ ഫോളോയിങ് വിത്ത് എക്സാമ്പിൾസ്. എക്സാമ്പിളിനോട് കൂട്ടിയ മാച്ച് ദ ഫോളോയിങ് ചോദിക്കുക കേട്ടോ. അതെന്തായാലും പഠിച്ചു വെച്ചോ. യെസ്, ഡെഫിനിഷൻ ഇല്ലാത്ത ആളുകളാണെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ഷുവർ ഉറപ്പാണ് ഈ പറഞ്ഞ എക്സാമ്പിൾ വെച്ച് ചോദിക്കുക. ആൻഡ് ഇനി നമുക്ക് ഫ്രണ്ട്ലി മൈക്രോ ഓർഗാനിസംസിന്റെ കേസിൽ നമ്മുടെ ഹൗസ് ഹോൾഡ് പ്രൊഡക്ട്സിൽ കേർഡിന്റെ കാര്യം ഉണ്ടോ? കേർഡിന്റെ കാര്യം ഉണ്ടെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ച്. കേർഡ് അല്ലേ? യെസ്. അപ്പോ കേർഡ് ഇറ്റ് കണ്ടെയ്ൻസ് സെവറൽ മൈക്രോ ഓർഗാനിസംസ് ഓഫ് ദീസ്. നമുക്ക് ഇതിനകത്ത് എല്ലാം വേണമെന്നില്ല കേട്ടോ മക്കളെ. ഇത് വേണം. ലാക്ടോബാസില്ലസ് പ്രൊമോട്ട്സ് ദ ഫോർമേഷൻ ഓഫ് കേർഡ്. ഇറ്റ് മൾട്ടിപ്ലൈസ് ഇൻ മിൽക്ക് ആൻഡ് കൺവേർട്ട് മിൽക്ക് ടു കേർഡ്. ഇത്രയും മതി എഴുതാമെങ്കിൽ ഡാറ്റ കാണിച്ചോ. അത്രയും അത് പഠിച്ചു വെക്കുക. എന്നിട്ട് നമുക്ക് എന്തുണ്ടാകും? കേർഡ് ഉണ്ടാവുമല്ലോ. ആ കേർഡിന് നമുക്ക് എന്താണ്, റവ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട്, ഭട്ടൂര ഉണ്ടാക്കാനായിട്ടും, അതുപോലെ ബാക്കിയുള്ള കുറച്ച് എന്താ പറയുക പറയുന്ന കേർഡ് യൂസ് ചെയ്തിട്ടുള്ള റെസിപ്പീസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, കുറച്ച് ആ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പീനെ കുറച്ച് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പറയുന്ന കേർഡ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ കേർഡ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി ഒന്ന് വേവ് ചെയ്ത്. ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ട് മിൽക്കിൽ. ആ ബാക്ടീരിയ മിൽക്കിനെ എന്താക്കി മാറ്റും? കേർഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും കേട്ടോ. കേർഡ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും മിൽക്കിനെ. ആ കേർഡിനെ എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ റെസിപ്പീസ് ഒക്കെ ഉണ്ടാക്കുന്നത്. സെറ്റ് ആണെങ്കിൽ ഒന്ന് വേവ് ചെയ്തോളൂ. അപ്പൊ അത് മറക്കരുത്, ലാക്ടോബാസിലസ് കേട്ടോ. ലാക്ടോബാസിലസ് ആണ് കേട്ടോ. ദെൻ ബേക്കിംഗ് ഇൻഡസ്ട്രി. മക്കളെ ശ്രദ്ധിക്കൂ. നമ്മുടെ ബ്രെഡും കേക്കും പേസ്ട്രീസ് ഒക്കെ കഴിക്കാറുള്ളത് ഡാറ്റ കാണിച്ച്. ബ്രെഡും കേക്കും പേസ്ട്രീസും കഴിക്കാറില്ലേ? അതുണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഡവ് മാവ്, കുഴച്ച് വെച്ചിരിക്കുന്ന മാവ്, അതിലേക്ക് ഈസ്റ്റ് കണ്ടോ, ഈസ്റ്റിന് ആഡ് ചെയ്ത് കൊടുക്കാറില്ലേ? ഉണ്ടെങ്കിൽ ഡാറ്റ കാണിച്ച്. പതഞ്ഞിങ്ങനെ പൊന്തി വരാനായിട്ട്, അതൊന്ന് കുറച്ചൊന്ന് വീർത്ത് വരാൻ. സോ ഈസ്റ്റ് ഇസ് എ ഫംഗൈ റൈറ്റ്? ആണെങ്കിൽ ഒന്ന് വേവ് ചെയ്ത്. ഈസ്റ്റ് ഒരു ഫംഗൈ ആണ്, ഒരു ഫംഗസ് ആണ് കേട്ടോ. ഈസ്റ്റ് ഇത് മാർക്ക് ചെയ്തോളൂ. ഈസ്റ്റ് റീപ്രൊഡ്യൂസസ് റാപ്പിഡ്ലി ആൻഡ് പ്രൊഡ്യൂസസ് കാർബൺ ഡൈ ഓക്സൈഡ് ഡ്യൂറിങ് റെസ്പിറേഷൻ. ഈസ്റ്റ് പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അവരെ റെസ്പിറേഷൻ റിസൾട്ട് ആയിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ബബിൾസ് ഓഫ് ദിസ് ഗ്യാസ് ഫിൽ ദ ഡഫ് ആൻഡ് ഇൻക്രീസ് ഇറ്റ്സ് വോളിയം. കണ്ടോ മക്കളെ, മാവ് കുഴച്ച് വയ്ക്കുന്ന മാവ് ഇങ്ങനെ പൊന്തി വരുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കി ഡാറ്റ കാണിച്ച്. അവിടെ ഈ പറയുന്ന പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ടാവുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഇല്ലേ, അതിനകത്ത് ഫില്ലായി കഴിയുമ്പോൾ നമ്മൾ വെച്ചിരിക്കുന്നതിന്റെ എമൗണ്ടിന്റെ ഡബിൾ ആയിട്ട് വീർത്ത് ഈ സാധനം വരുന്നുണ്ടായിരിക്കും. സെറ്റ് ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ചു കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന കേക്കും അതുപോലുള്ള ബ്രെഡൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സ്പോഞ്ചി ആയിട്ടിരിക്കുന്നത്. എനിക്ക് കേക്ക് ബ്രെഡ് സോഫ്റ്റ് എന്നൊക്കെ പറയുന്ന സമയത്ത് കഴിക്കാനായിട്ട് തോന്നുന്നുണ്ട്. ബിക്കോസ് ഞാൻ ഇന്ന് വൈകുന്നേരം, നിങ്ങൾക്ക് വിഷ്ണു സാറിന് അറിയില്ല, നിങ്ങളുടെ വിഷ്ണു സാറിന് അറിയാതെ ഡാറ്റ കാണിച്ചേ. വിഷ്ണു KV സാർ വിളിക്കാറുണ്ടല്ലേ? ഓക്കെ, പുള്ളി ഞാനും കൂടെ ഇന്ന് വൈകുന്നേരം ഒന്ന് ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിക്കാനായിട്ട് പുറത്ത് വേണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ല. നമുക്ക് ബ്രെഡിൽ പല പല ഫ്ലേവേഴ്സ്, മിൽക്ക് ബ്രെഡ്, ഫ്രൂട്ട് ബ്രെഡ്, ബ്രൗൺ ബ്രെഡ്, അങ്ങനെ കുറേ ബ്രെഡ് ഞാൻ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ടുള്ള ഒരു ഡാറ്റ കാണിച്ചേ. മാംഗോ ബ്രെഡ്, ചോക്ലേറ്റ് ബ്രെഡ്, വാനില ബ്രെഡ്, അത് കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇല്ലല്ലോ. ഞാൻ ഇന്ന് കുറച്ച് പേര് കഴിച്ചിട്ടുണ്ടോ? ഞാൻ ഇന്ന് ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ഒരു സാധനം അവിടെ ചെന്നപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ വാനില ബ്രെഡിൻ്റെ പാക്കറ്റ് ചുമ്മാ വെറുതെ എൻ്റെ പാക്കറ്റ് അവിടെ ഇരിക്കുന്നുണ്ട്. അത് ഞാനിങ്ങനെ എടുത്തു. വാനില ബ്രെഡിൻ്റെ പാക്കറ്റും മാംഗോ ബ്രെഡിൻ്റെ പാക്കറ്റൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കിയിട്ട് അവിടെ വെച്ചു. കുറച്ച് കഴിഞ്ഞ് വെറുതെ ഒന്ന് മുഖം തുടച്ചപ്പോൾ ഉണ്ടല്ലോ, ഫുൾ നല്ല ഫ്ലേവർ. കറക്റ്റ് ആ വാനിലയുടെയും മാംഗോയുടെയൊക്കെ ഫ്ലേവർ ആ ബ്രെഡിൻ്റെ പാക്കറ്റുമേന്ന് ഇങ്ങനെ നമുക്ക് കിട്ടും, കറക്റ്റ് കിട്ടും ശ്വസിക്കുമ്പോൾ. അപ്പോൾ എനിക്ക് കഴിക്കാനായിട്ട് ഭയങ്കരമായിട്ട് തോന്നി. അതും നമ്മളെ പാക്കറ്റ് ഭയങ്കര സ്പോഞ്ചിയാണ്. നിങ്ങൾ എത്രത്തോളം നിങ്ങൾ വാങ്ങിക്കുന്ന ചില ബ്രാൻഡിൻ്റെ ഒക്കെ, ഞാൻ കുറ്റം പറയുന്നല്ല, നിങ്ങൾ മോഡേൺ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ബ്രെഡ് വാങ്ങിച്ച് ഉപയോഗിക്കാറുണ്ടോ? കഴിച്ചിട്ടുള്ളൊരു ഡാറ്റ മോഡേൺ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡുണ്ട് മക്കളെ. ആ ബ്രെഡ് ഒരു 2 ദിവസം കഴിഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തല്ലിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെഡായി പോകും. അമ്മ അതിന് എന്താ പറയുക, അത്രയും നിങ്ങൾ കഴിച്ച് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ള ഒരു ഡാറ്റ ആണ്. കട്ടിയായി പോകുന്നത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര കട്ടിയായിട്ടിരിക്കും അത്. പക്ഷേ വേറെ ചില, ഞാൻ എടുത്തു പറയത്തില്ല, വേറെ ചില ബ്രാൻഡിൻ്റെ ഒക്കെ ബ്രെഡ് എന്താണ് നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡക്ഷൻ നടന്നിട്ടുള്ള, ഈസ്റ്റിനൊക്കെ ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ ആ ഡവിന് കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രൊഡക്ഷൻ ഒക്കെ നടന്ന് ഫെർമെന്റേഷൻ കഴിഞ്ഞ ബ്രെഡാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ ആണോ? സെറ്റാണെങ്കിൽ ഡാറ്റ കാണിച്ചോ. ഓക്കെ, അതുപോലെ അടുത്തൊരു എക്സാമ്പിൾ നോക്കിക്കേ. ബാക്ടീരിയ ആർ ഓൾസോ ഇൻവോൾവ് ഇൻ ദ മേക്കിംഗ് ഓഫ് ചീസ്,
പിക്കിൾസ് ആൻഡ് അതർ ഫുഡ് ഐറ്റംസ്, മക്കളെ അച്ചാർ ഉണ്ടാക്കുന്നതിൽ അതുപോലെ ചീസ് ഉണ്ടാക്കുന്നതിലൊക്കെ ബാക്ടീരിയ പോലെയുള്ള ഓർഗാനിസംസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ബാക്ടീരിയ ഓൾസോ ഈസ്റ്റ്, വീണ്ടും ഈസ്റ്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. റൈസ്, ഇഡ്ലി ആൻഡ് ദോശ ബാറ്റർ, മക്കളെ ദോശമാവ് തലേ ദിവസം നമ്മുടെ അമ്മമാര് മിക്സിയിൽ രാത്രി ദോശമാവ് അരച്ചിട്ട് ഒരു പാത്രത്തിൽ ഒഴിച്ചു വെച്ചിട്ട് ഈസ്റ്റ് ഒക്കെ ഇട്ടിട്ട് അടച്ചു വെക്കുന്ന കണ്ടിട്ടുള്ള ഒരു ഡാറ്റ കാണിച്ചേ. എന്നിട്ട് രാവിലെ ചെന്നത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ എന്താ ഇങ്ങനെ പതഞ്ഞിങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ടാവും. ദാറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദ ആക്ഷൻ ഓർ ഫെർമെന്റേഷൻ ഓഫ് ഈസ്റ്റ്. ഈസ്റ്റ് അവിടെ ഇതിന് ഫെർമെന്റേഷൻ നടത്തുന്നതിന്റെ റിസൾട്ട് ആയിട്ട് ലാർജ് എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അത്രയും എമൗണ്ട് അതിന്റെ കൂടി വരുന്നത്. സെറ്റ് ആണ് ഈ ഡാറ്റ കാണിച്ചോ കേട്ടോ. അപ്പൊ ബേക്കിംഗ് ഇൻഡസ്ട്രിയിലും എന്താണ് മൈക്രോ ഓർഗാനിസംസ് ഇൻവോൾവ് ആണ്. ലൈക്ക് ലാക്ടോബാസിലസ് പോലെയുള്ള ബാക്ടീരിയാസും ഈസ്റ്റ് പോലെയുള്ള ഫംഗസും ഒക്കെ എന്താണ് ഇൻവോൾവ് ആണ് ഇത്ര പ്രോസസ്സുകളിൽ. അയ്യോ അച്ചാർ നമ്മൾ ക്ലാസ്സിൽ കാണിച്ചതൊക്കെ ഓർക്കണമായിരുന്നു. ഡാറ്റ കാണിച്ചാൽ ക്ലാസ്സിൽ കാണിച്ച സെയിം സാധനം അത്. ആ പിക്കിളുണ്ട്, ചീസ് ഉണ്ട്, ആ കൊച്ചു ചീസ് കൊണ്ടിരിക്കുന്നുണ്ടോ അവിടെ, കേക്ക് ഉണ്ട്, ബ്രെഡ് ഉണ്ട്. ഇത് കണ്ടിട്ട് സോഫ്റ്റ് ബ്രെഡാന്ന് തോന്നുന്നില്ല മക്കൾ, ഇത്തിരി ഹാർഡായിട്ട് തോന്നുന്ന ഡാറ്റ കാണിച്ചേ. അത് ഹാർഡാണ്, കുറച്ച് ഹാർഡായിട്ടുള്ള ബ്രെഡാണ് കേട്ടോ, സോഫ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, കമേഴ്ഷ്യൽ യൂസ് ഓഫ് മൈക്രോ ഓർഗാനിസംസ്. ഇവിടെ നിന്ന് നമുക്ക് വരാനുള്ളത്, യെസ് മാർക്ക് ചെയ്തോളൂ. Microbes are used for the large scale production of alcohols, wine, acetic acid, vinegar, etc. മക്കളെ വിനെഗർ ഇല്ലേ നമ്മൾ വീട്ടിൽ അച്ചാറിലൊക്കെ ഒഴിക്കുന്ന, കറിയിലൊക്കെ ഒഴിക്കുമല്ലോ. എടാ മറ്റേ മാങ്ങയൊക്കെ കട്ട് ചെയ്തിട്ട് മുളക് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വിനെഗറൊക്കെ ഒഴിച്ചിട്ട് നല്ല ടേസ്റ്റ് അല്ലേ? ആ വിനെഗറും അതുപോലെ വൈനും ഒക്കെ ഉണ്ടാക്കാൻ നമ്മൾ ഈ പറയുന്ന ഈസ്റ്റിന് ഉപയോഗിക്കാറുണ്ടെങ്കിൽ ഡാറ്റ കാണിച്ചേ. ആ വൈൻ ഉണ്ടാക്കുമ്പോൾ ഉറപ്പായിട്ടും ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് അല്ലെ. അതുപോലെ വിനെഗറിന്റെ കേസിൽ നമുക്ക് അസറ്റിക് ആസിഡ് ബാക്ടീരിയാസിനെ നമ്മൾ അവിടെ ഉപയോഗിക്കുന്നുണ്ട്, മീൻസ് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതാ ഈസ്റ്റ് തന്നെ, ഈസ്റ്റിന് ഭയങ്കര റോൾ ഉണ്ട് കേട്ടോ. ഈസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ഓഫ് ആൽക്കഹോൾസ്, വൈൻ ഫോർ ദ പർപ്പസ്. ഈസ്റ്റ് ഈസ് ഗ്രോൺ ഓൺ നാച്ചുറൽ ഷുഗേഴ്സ് പ്രസന്റ്. യെസ് മക്കളെ, വീറ്റ്, റൈസ്, ക്രഷ്ഡ് ഫ്രൂട്ട് ജ്യൂസസ്, വേറെ ഒന്നുമല്ല, നമ്മൾ മറ്റേ ഇതുണ്ടാക്കത്തില്ലേ, വൈൻ ഉണ്ടാക്കുന്ന പ്രോസസ് ഇല്ലേ, ബിയറും വൈനും ഒക്കെ ഉണ്ടാക്കുന്ന പ്രോസസ് ഇല്ലേ, അതിൽ ഫെർമെന്റേഷൻ നടക്കാൻ വേണ്ടി ഈസ്റ്റിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഈസ്റ്റ് ആണ് ആ ഷുഗറിനെ, വൈൻ ഫ്രൂട്ട്സിനകത്തെ ഷുഗറിനെ കൺവേർട്ട് ചെയ്ത് നേരെ ആൽക്കഹോൾ ആക്കി മാറ്റുന്നത്. സെറ്റ് ആണെങ്കിൽ ഡാറ്റ കാണിക്കാം. അതെന്താണ് പ്രോസസ് എന്നുള്ളത് 10th പഠിച്ചാൽ മതി, ഇപ്പൊ വേണ്ട. എടാ ഏഡ്രിനെ അമ്മയാണോ അവിടെ നോക്കുന്നത്? ആണോ? ഞാൻ വേറൊന്നും അല്ല, നമുക്ക് ലൈക്ക് വൈനിന്റെ പ്രൊഡക്ഷനിൽ ഈസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ കേട്ടാ. അങ്കിൾ അപ്പുറം നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ക്രഷ്ഡ് ഫ്രൂട്ട്സിലേക്ക് നമ്മൾ ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഫ്രൂട്ട്സിലുള്ള ഷുഗർ കണ്ടന്റിനെ എന്താക്കി മാറ്റും? ആൽക്കഹോൾ ആയിട്ട് കൺവേർട്ട് ചെയ്യും നമ്മുടെ ഈസ്റ്റ് എന്ന് പറയുന്ന ആള്. ആൻഡ് ഇത് മാർക്ക് ചെയ്തോളൂ, ഇമ്പോർട്ടന്റ് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് ഷുഗർ ഇൻ ടു ആൽക്കഹോൾ ഇസ് കോൾഡ് ഫെർമെന്റേഷൻ. മക്കളെ, വാട്ട് ഈസ് ഫെർമെന്റേഷൻ? ഫെർമെന്റേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് ഷുഗർ ഇൻ ടു ആൽക്കഹോൾ. ആൻഡ് ഫെർമെന്റേഷൻ കണ്ടുപിടിച്ച ആളെയും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച വലിയ പുള്ളിയാ, ലൂയിസ് പാസ്ചർ ആണ് കേട്ടോ. ലൂയിസ് പാസ്ചർ ആണ് ഫെർമെന്റേഷൻ പ്രോസസ് ആദ്യമായിട്ട് ഇൻവെന്റ് ചെയ്തിട്ടുള്ള ആള്. സോ ലൂയിസ് പാസ്ചർ ആണ് നമുക്ക് ഫെർമെന്റേഷൻ കണ്ടുപിടിച്ച്. സോ ഫെർമെന്റേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് ഷുഗർ ഇൻ ടു ആൽക്കഹോൾ. ഓക്കെ, ഷുഗറിനെ ആൽക്കഹോൾ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? ഫെർമെന്റേഷൻ എന്ന് പറയാ. മാർക്ക് ചെയ്യണം, ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. വേണ്ട, പോവാം. മെഡിസിനൽ യൂസ് ഓഫ് മൈക്രോ ഓർഗാനിസംസ്. മൈക്രോ ഓർഗാനിസംസിനെ നമുക്ക് മെഡിസിൻസ് ആയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന കേസുകളുണ്ട്. ആന്റിബയോട്ടിക്, മക്കളെ ഇമ്പോർട്ടന്റ് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇവിടുന്ന് വരാൻ പോകുന്നത് കേട്ടോ. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ മിനിമം പ്രതീക്ഷിച്ചോളൂ ഇവിടുന്ന്. എന്താണ് ആന്റിബയോട്ടിക്സ്? നോക്കിക്കേ, ആന്റിബയോട്ടിക്സ് ആർ ദ മെഡിസിൻസ് വിച്ച് ആർ യൂസ്ഡ് ടു കിൽ ഔർ സ്റ്റോപ്പ് ദ ഗ്രോത്ത് ഓഫ് ഡിസീസ് കോസിംഗ് മൈക്രോ ഓർഗാനിസംസ് ആൻഡ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം മൈക്രോ ഓർഗാനിസംസ്. മക്കളെ, മൈക്രോ ഓർഗാനിസംസിന്റെ ഗ്രോത്തിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മൈക്രോ ഓർഗാനിസംസിന്റെ ബോഡിയിൽ നിന്ന് തന്നെ പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്ന മെഡിസിൻസ് ആണ് ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. യെസ് സർ? നോ സർ? കുഴപ്പമില്ല. ഓക്കെ, സെറ്റ് ആണെങ്കിൽ ഡാറ്റ കാണിച്ചോ. ഡെഫിനിഷൻ കിട്ടി. എക്സാമ്പിൾ ഓഫ് ആന്റിബയോട്ടിക്. ആന്റിബയോട്ടിക്കിന് എക്സാമ്പിൾ പെനിസിലിൻ ആണ്. കത്തിയെങ്കിൽ ഡാറ്റ കാണിച്ച്. പെനിസിലിൻ എക്സാമ്പിൾ ആണ്. ഫസ്റ്റ് ആന്റിബയോട്ടിക് ആണ് കേട്ടോ മക്കളെ. നമ്മുടെ വേൾഡിൽ വെച്ചിട്ട് ഇൻവെന്റ് ചെയ്തിരിക്കുന്നതിൽ ഏറ്റവും ഫസ്റ്റ് ആന്റിബയോട്ടിക് ആണ് പെനിസിലിൻ. അത് ഡിസ്കവർ ചെയ്ത ആരുമല്ല, നമ്മുടെ അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. പേര് പഠിച്ചോളൂ, ചോദിക്കും, ഇമ്പോർട്ടന്റ് ആണ്. അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് ഫസ്റ്റ് ആന്റിബയോട്ടിക്കിനെ കണ്ടുപിടിച്ചിട്ടുള്ളത്. ആ ഫസ്റ്റ് ആന്റിബയോട്ടിക് ആയിട്ടുള്ള പെനിസിലിൻ എന്ന് പറയുന്ന ആന്റിബയോട്ടിക്കിനെ ഒരു ഫംഗസിന്റെ ബോഡിയിൽ നിന്നാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ആ ഫംഗസിന്റെ നെയിം ആണ് ദാ ഇവിടെ കൊടുത്തിട്ടുള്ളത്, പഠിച്ചു വെച്ചോളൂ. പെനിസിലിയം നൊട്ടേറ്റം. ഓക്കെ ആണെങ്കിൽ വേവ് ചെയ്ത്, പെനിസിലിയം നൊട്ടേറ്റം എന്ന് പറയുന്ന ഒരു ഫംഗസിന്റെ ബോഡിയിൽ നിന്നാണ് അലക്സാണ്ടർ ഫ്ലെമിംഗ് ഫസ്റ്റ് ടൈം വേൾഡിൽ തന്നെ ആദ്യത്തെ ആന്റിബയോട്ടിക് ആയിട്ടുള്ള പെനിസിലിൻ ഇൻവെന്റ് ചെയ്തത്. സെറ്റ് ആണെങ്കിൽ തംസ് ഇട്ടോ. സെറ്റ് ആണല്ലോ, മറക്കണ്ട. 2 മാർക്സ് മിനിമം യു ക്യാൻ പ്രതീക്ഷിക്കാം അവിടെ നിന്ന്, ഉറപ്പാണ്. ഇനി ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് നിങ്ങൾ ജനറലൈസ് ചെയ്ത് എഴുതിയാൽ മതി.
ഓക്കെ, ഇറ്റ് ഷുഡ് ബി ടേക്കൻ ഓൺലി ഓൺ ദ അഡ്വൈസ് ഓഫ് എ ക്വാളിഫൈഡ് ഡോക്ടർ ഇൻ പ്രോപ്പർ ഡോസ്. അതായത് നമ്മളൊരു ഡോക്ടറിനെ കണ്ടതിന് ശേഷം ഡോക്ടറിന്റെ അഡ്വൈസ് ഉണ്ടെങ്കിൽ മാത്രം കറക്റ്റ് അവർ പറയുന്ന ഡോസിൽ മാത്രം എന്ത് ചെയ്യുക, ആന്റിബയോട്ടിക്സ് നമ്മൾ എടുക്കുക. ഓക്കെ, നമ്മൾ റോങ് ഡോസിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് അടക്കമുള്ള സാധനങ്ങളൊക്കെ അടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ പേഴ്സൺ മസ്റ്റ് കംപ്ലീറ്റ് ദ കോഴ്സ് ആസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ ഡോക്ടർ. ഇങ്ങനെ ആന്റിബയോട്ടിക്സ് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തോന്നിയ പോലെ ഒന്നും കഴിക്കാൻ പാടൊന്നുമില്ല. എങ്ങനെയാണ് ഡോക്ടർ ഇത്ര മന്തിൽ അല്ലെങ്കിൽ ഇത്ര ടൈം ഇത്ര ഡേയ്സ് അത് കഴിക്കണം എന്നൊരു കോഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഹാവ് ടു കംപ്ലീറ്റ് ദ കോഴ്സ്. ആ ഒരു കോഴ്സ്, മെഡിസിന്റെ കോഴ്സ് നമ്മൾ കറക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. ആൻഡ് ഇറ്റ് ഷുഡ് നോട്ട് ബി ടേക്കൻ അൺനെസസറിലി ആസ് ഇറ്റ് മേ കിൽ യൂസ്ഫുൾ ബാക്ടീരിയ ഇൻ ദ ബോഡി. മക്കളെ ശ്രദ്ധിക്കുക, നമ്മൾ ആന്റിബയോട്ടിക്സ് ചുമ്മാ വെറുതെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കാന്ന് കരുതാം. ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഒന്നും ഇല്ലാതെ നമ്മൾ ചുമ്മാ ആന്റിബയോട്ടിക്സ് എടുത്തിട്ടുണ്ടെങ്കിൽ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഒരുപാട് യൂസ്ഫുൾ ബാക്ടീരിയാസ് ഉള്ള കാര്യം അറിയാവുന്നവർ ഡാറ്റ കാണിച്ച് ഉണ്ടല്ലോ. നമ്മുടെ ബോഡിയുടെ അകത്ത് ഒരുപാട് യൂസ്ഫുൾ ബാക്ടീരിയാസ് ഉണ്ട്. സോ നമ്മൾ ആവശ്യമില്ലാതെ വെറുതെ ഇങ്ങനെ ആന്റിബയോട്ടിക്സ് കഴിച്ചുകൊണ്ടിരുന്ന എന്ത് പറ്റും, അങ്ങനെ നമ്മുടെ ബോഡിയിലുള്ള യൂസ്ഫുൾ ബാക്ടീരിയാസ് ഒക്കെ ഡെഡ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ ആണോ? സെറ്റ് അല്ലേ? അതൊന്ന് എഴുതി വെച്ചാൽ മതി. വാക്സിൻ വെച്ചിട്ടുണ്ടെങ്കിൽ പല ഡിസീസുകൾക്ക് എഗെയിൻസ്റ്റ് നമ്മൾ ഇമ്മ്യൂണിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് എടുക്കുന്ന കാര്യമാണ് ഈ വാക്സിൻ എന്ന് പറയുന്നത്. ഇതൊന്ന് മാർക്ക് ചെയ്തോളൂ. Vaccine consists of dead or weakened microbes which when introduced in healthy body produces suitable antibodies to fight and kill the invading microbe. Mark ചെയ്തോളൂ. This is enough. ഇതാണ് അതിനകത്ത് ഏറ്റവും ആവശ്യമുള്ളത്. And these antibodies remain in the body to protect them from disease causing microbe, thus developing immunity. ഓക്കെ, നമുക്കറിയാം പോളിയോ, കോളറ, ടെറ്റനസ്, റാബീസ്, TB, സ്മോൾ പോക്സ് ഇതിനൊക്കെ അഗെയിൻസ്റ്റ് വാക്സിൻസ് എടുക്കാറില്ലേ നമ്മൾ? ഉണ്ടെങ്കിൽ ഡാറ്റ കാണിച്ചോ. കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ഫസ്റ്റ് മന്തിൽ, 6th മന്തിൽ, ഫസ്റ്റ് ഇയറിൽ, സെക്കൻഡ് ഇയറിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാറുണ്ട്, ഈ വാക്സിനുകൾ ഇങ്ങനെ എടുക്കാൻ കൊണ്ടുപോകാറുണ്ട് കുഞ്ഞുങ്ങളെ അല്ലേ. അപ്പോൾ അവർ പല പല ഡിസീസുകൾക്ക് അഗെയിൻസ്റ്റ് ഉള്ള വാക്സിൻസ് ആണ് ഓരോ പ്രാവശ്യം ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബോഡിയിൽ എന്താ പറയുക, ഈ പറയുന്ന വാക്സിൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്സിൻ നമ്മുടെ ബോഡിയിൽ എന്താണ്, ആന്റിബോഡീസ് ആയിട്ട് വർക്ക് ചെയ്യും. ആ ആന്റിബോഡീസ് നമ്മുടെ ബോഡിയുടെ അകത്ത് തന്നെ നിൽക്കും. ദെൻ പിന്നീട് എപ്പോഴെങ്കിലും ആ ഡിസീസിനെ കോസ് ചെയ്യാനുള്ള ഒരു മൈക്രോ ഓർഗാനിസം നമ്മുടെ ബോഡിയുടെ അകത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഈ ആന്റിബോഡീസ് എന്ത് ചെയ്യും, ആ ഡിസീസ് കോസിങ് ഓർഗാനിസിന് അഗെയിൻസ്റ്റ് പ്രവർത്തിക്കും. ഓക്കെ, അതിന് അഗെയിൻസ്റ്റ് വർക്ക് ചെയ്തിട്ട് അവർ ഡിസ്ട്രോയ് ചെയ്ത് കളയും. മനസ്സിലായോ? വാക്സിൻ എന്താണെന്ന് മനസ്സിലായെങ്കിൽ ഡാറ്റ കാണിച്ചോ. ആ വാക്സിൻ എടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ വാക്സിനേഷൻ എന്ന് പറയുക കേട്ടോ. ഇദ്ദേഹത്തിന്റെ പേര് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോളൂ മക്കളെ. എഡ്വേർഡ് ജെന്നർ ഡിസ്കവേർഡ് സ്മോൾ പോക്സ് വാക്സിൻ. സ്മോൾ പോക്സിന് അഗെയിൻസ്റ്റ് വാക്സിൻ കണ്ടുപിടിച്ചത് എഡ്വേർഡ് ജെന്നർ ആണ്. എഡ്വേർഡ് ജെന്നർ. ഓക്കെ, ഓക്കെ, എഡ്വേർഡ് ജെന്നർ വാക്സിനേഷൻ ഫസ്റ്റ് കൊണ്ടുവന്ന എഡ്വേർഡ് ജെന്നർ ആണ്. ആൻഡ് ഇൻക്രീസിങ് സോയിൽ ഫെർട്ടിലിറ്റി. ഇത് നേരത്തെ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞൊരു കാര്യം തന്നെയാണ്. സം ബാക്ടീരിയ ആൻഡ് സയനോബാക്ടീരിയ ആർ ഏബിൾ ടു ഫിക്സ് നൈട്രജൻ from the atmosphere to enrich the soil with the nitrogen and increasing the soil fertility. Example rhizobium. ഇത് അറിയാവുന്നവരുടെ ഡാറ്റ കാണിച്ച്. അറ്റ്മോസ്ഫിയറിൽ നിന്ന് നൈട്രജനെ ഫിക്സ് ചെയ്യാൻ റൈസോബിയത്തിന് പറ്റും. അത് സോയിലിന്റെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യും. സിമ്പിൾ ആണത്, വലിയ പ്രശ്നമൊന്നുമില്ല. ദെൻ ഇതിനകത്ത് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയുമ്പോൾ യെസ്, ഡിസീസ് കോസിങ് മൈക്രോ ഓർഗാനിസംസ് കേട്ടോ. ഓക്കെ, ഡിസീസ് കോസിങ് മൈക്രോ ഓർഗാനിസംസിൽ ഇവിടെ ഹ്യൂമൻ ഡിസീസ്, കോസിറ്റീവ് ഓർഗാനിസം, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, പ്രിവെന്റീവ് മെഷർ കണ്ടിട്ടുണ്ടെങ്കിൽ ഡാറ്റ കാണിച്ച് ഇതിനകത്തുണ്ടാകും. സോ ട്യൂബർക്യുലോസിസ്, ചിക്കൻ ബോക്സ്, പോളിയോ, കോളറ, ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ്, മലേറിയ. ഓക്കെ, അതിനിടയിൽ ഒരു മിസിൽസ് കിടക്കുന്നുണ്ട്. മീസിൽസ് ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് വെച്ചാൽ മതി. സോ ഡിസീസുകളുടെ പേരും അതിന്റെ കോസിറ്റീവ് ഓർഗാനിസം എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്ന് പഠിക്കാന്നുള്ളതിന് ഡാറ്റ കാണിച്ച് പ്രിവെൻഷനൂടെ നോക്കിക്കോട്ടോ. വായിച്ചു വെച്ചോ നിങ്ങൾ, മിനിമം അത് വായിച്ചെങ്കിലും വെച്ചിട്ടുണ്ടാവണേ. പിന്നെ കോമൺ ആയിട്ട് നമ്മളോടൊരു കാര്യം ചോദിക്കുന്നത് ഇതാണ്, കമ്മ്യൂണിക്കബിൾ ഡിസീസ്, അതായത് പകരുന്ന രോഗങ്ങളില്ലേ മക്കളെ, സ്പ്രെഡ് ആവുന്ന ഡിസീസ് ഇല്ലേ, അത് വരാതിരിക്കാൻ നമുക്ക് ജനറൽ ക്വസ്റ്റൻ ആണ്, 2 മാർക്കിനൊക്കെ ചോദിക്കത്തുള്ളൂ. അപ്പൊ ജനറൽ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാം എങ്ങനെയാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസുകൾ പ്രിവെന്റ് ചെയ്യാൻ പറ്റുക. കവർ ദ മൗത്ത് ആൻഡ് നോസ് വിത്ത് ഹാൻഡ് കർച്ചീഫ് വൈൽ സ്നീസിങ്. കണ്ടോ, തുമ്മുമ്പോഴൊക്കെ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ സ്നീസ് ചെയ്യുമ്പോഴോ കഫ് ചെയ്യുമ്പോഴൊക്കെ ഒരു ടവൽ, ഒരു കർച്ചീഫ് വെച്ചിട്ട് നമ്മൾ അതൊന്ന് ഫേസ് ഒന്ന് കവർ ചെയ്ത് പിടിക്കാം. ദെൻ കീപ് യുവർ ഫുഡ് കവേർഡ് ആൻഡ് അവോയ്ഡ് കൺസ്യൂമിങ് അൺകവേർഡ് ഫുഡ് ഐറ്റംസ്. ഓപ്പൺ ആക്കി വെച്ചിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒന്നും കഴിക്കാതിരിക്കുക, അതൊക്കെ അവോയ്ഡ് ചെയ്യുക. ദെൻ ഡ്രിങ്ക് ക്ലീൻ ആൻഡ് സേഫ് വാട്ടർ, നല്ല വൃത്തിയുള്ള ക്ലീൻ ആയിട്ടുള്ള വാട്ടർ മാത്രം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. യൂസ് മോസ്കിറ്റോ നെറ്റ്സ് ആൻഡ് മോസ്കിറ്റോ റെപ്പല്ലൻസ് ക്രീംസ് ടു പ്രൊട്ടക്ട് യുവർ സെൽഫ് ഫ്രം മോസ്കിറ്റോ ബൈറ്റ്സ്. കൊതുക് കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മോസ്കിറ്റോ നെറ്റും അതുപോലെ മോസ്കിറ്റോ റെപ്പല്ലൻസ് മനസ്സിലായി നിങ്ങൾക്ക്, ബോഡി ക്രീം ഒക്കെ ഇല്ല മക്കളെ, മോസ്കിറ്റോ കടിക്കാതെ. പക്ഷെ അത് യൂസ് ചെയ്ത് കേട്ടോ, ഭയങ്കര അത് നമ്മുടെ സ്കിന്നിന് ഭയങ്കര പ്രശ്നമാണ്. മോസ്കിറ്റോ കടിക്കാതിരിക്കാനുള്ള ക്രീമൊന്നും തേക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു മോസ്കിറ്റോ കടിച്ചു എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല. എന്നാൽ നമുക്ക് വേറെ എന്തൊക്കെയുണ്ട്, നമുക്ക് മറ്റേ ബാറ്റ് ഇല്ലേ കൊതുകിനെ കൊല്ലാനായിട്ട്, അതുപോലെ മറ്റേ ഇത് കത്തിച്ച് വെച്ചുകൂടെ, ഗുഡ് നൈറ്റ് ആക്റ്റീവ് മോഡ് ഉണ്ട്,
പിന്നെ വേറെ എന്തൊരു മൂഡ് കൂടി ഇല്ലേ, അത് മതി. അല്ലാതെ നമ്മൾ ബോഡിയിലൊന്നും വാരി തേക്കരുത് കൊതുക് കടിക്കാതിരിക്കാനായിട്ട്. ദെൻ വാക്സിനേഷൻ എടുക്കേണ്ട ഡിസീസ് ആണെങ്കിൽ വാക്സിനേഷൻ പ്രോപ്പറായിട്ട് എടുത്തിട്ടുണ്ടാവുക. ദെൻ വീടിന് അവിടെ എവിടെയെങ്കിലോ നമ്മുടെ ഫ്രിഡ്ജിന്റെ ബാക്കിൽ ഒരു ചെറിയ ട്രെയിൽ കുറച്ച് വെള്ളം കെട്ടിക്കിടക്കുന്ന കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അവിടെയാണ് നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ കൊതുകിനുള്ള അക്കോമഡേഷൻ നമ്മൾ ഒരുക്കി കൊടുക്കുന്നത്. നമ്മൾ പലരും തിരിഞ്ഞ് നോക്കത്തില്ല അതിലേക്ക്, പക്ഷേ അതിനകത്ത് വന്ന് കൊതുക് മുട്ടയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് അത് ഒഴിവാക്കുക. അങ്ങനെയുള്ള കേസിൽ ആ സാധനം റിമൂവ് ചെയ്ത് കളയാം. ഇത് പഠിച്ചു വെച്ചോളൂ. അനിമൽ ഡിസീസുകളുടെ പേരും അവരുടെ മൈക്രോ ഓർഗാനിസം, കോസിങ് മൈക്രോ ഓർഗാനിസം ഏതാണ്, ദെൻ ഏത് അനിമൽസിനെയും ഏത് കാറ്റഗറി ഉള്ള ആളുകൾക്കാണ് അനിമൽസ് അഫക്റ്റ് ചെയ്യുന്നത്. ആന്ത്രാക്സ് ബാക്ടീരിയ ആണ് കോസിറ്റീവ് ഓർഗാനിസം. ആൻഡ് ക്യാറ്റിൽസിനും ഹ്യൂമൻസിനും ആന്ത്രാക്സ് വരാറുണ്ട്. ഫൂട്ട് ആൻഡ് മൗത്ത് ഡിസീസ്, ഇത് ഫുഡ് അല്ല കേട്ടോ മക്കളെ, ഫൂട്ടാണ്. ഫൂട്ട് ആൻഡ് മൗത്ത് ഡിസീസ് വൈറസ് ആണ് കോസിറ്റീവ് ഓർഗാനിസം. ക്യാറ്റിൽസിലാണ് ഫൂട്ട് ആൻഡ് മൗത്ത് വരാം. സെറ്റ് ആണെങ്കിൽ ഡാറ്റ കാണിക്കൂ. അനിമൽസിൽ വരുന്ന ഡിസീസുകൾ രണ്ടെണ്ണേ ഉള്ളൂ, അതൊന്ന് നോക്കി വെച്ചാൽ മതി. ഇത് പിക്ചർ അതിന്റെ ബേസ് ചെയ്തിട്ടുള്ളതാ. അതുപോലെ പ്ലാന്റ്സിൽ വരുന്ന ഡിസീസുകളുടെ കേസാണ് കൊടുത്തിട്ടുള്ളത്. സിട്രസ് ക്യാങ്കർ ഒരു ഡിസീസാണ്. സിട്രസ് നമ്മുടെ ഓറഞ്ച് ലെമൺ പ്ലാന്റിലൊക്കെ വരുന്ന ഒരു ഡിസീസാണ് സിട്രസ് ക്യാങ്കർ. ബാക്ടീരിയ ആണ്. ഈ പറയുന്ന എയറിലൂടെയാണ് ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. പിന്നെ ഗോതമ്പിൽ നമ്മുടെ വീറ്റ് പ്ലാന്റിൽ വരുന്ന റസ്റ്റ് ഡിസീസ് ഫംഗൈ കോസ് ചെയ്യുന്നു. എയറിലൂടെയും സീഡ്സിലൂടെയും അത് സ്പ്രെഡ് ആവുന്നു. യെല്ലോ വെയിൻ മൊസൈക്ക് ഓഫ് ബിന്ദി, നമ്മുടെ ബിന്ദി എന്താ, ലേഡീസ് ഫിംഗർ ആണെങ്കിൽ ഡാറ്റ കാണിച്ച്. യെസ്, ലേഡീസ് ഫിംഗർ ആണ് ബിന്ദി. അപ്പൊ യെല്ലോ വെയിൻ ഡിസീസ് എന്ന് പറയും, വൈറസ് കോസ് ചെയ്യുന്ന ഡിസീസ് ആണത്. അതിന്റെ ഇൻസെക്ട്സിലൂടെ ആണ് അത് സ്പ്രെഡ് ആവുന്നത് കേട്ടോ. ഇൻസെക്ട്സിലൂടെ സ്പ്രെഡ് ആവുന്നത്. അതൊന്ന് വായിച്ചില്ല. ഇതാണ് കണ്ടോ, ഇത് ബിന്ദി ഇതാണ് ബിന്ദി കണ്ടോ, ലേഡീസ് ഫിംഗറിലുള്ള യെല്ലോ വെയിൻ കണ്ടോ മക്കളെ. വെയിൻസ് യെല്ലോ കളർ ആയിട്ടുണ്ടെങ്കിൽ ഡാറ്റ കാണിച്ചേ. ഉണ്ട്. വീട്ടിലെ റസ്റ്റ് കണ്ടോ, റസ്റ്റ് പിടിച്ച പോലെ ഇല്ല മക്കളെ ഈ ചെടി കാണാനായിട്ട്. വീറ്റിന്റെ ലീഫ് കാണാൻ തുരുമ്പ് പിടിച്ചിരിക്കുന്ന പോലെ ഉണ്ടെങ്കിൽ ഡാറ്റ കാണിച്ച് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തുരുമ്പ് പിടിക്കത്തില്ല, ഇരുമ്പൊക്കെ. അതാണ് റസ്റ്റ് ഡിസീസ് എന്ന് പറയുന്നതിനെ. എന്താ സിട്രസ് ക്യാങ്കർ, നാരങ്ങയാണ്, സിട്രസ് ആണ്, നാരങ്ങയാണ്. അതിനകത്ത് കണ്ടോ അതെ ഇങ്ങനെ കുറെ ഇൻഫെക്ഷൻസ് വന്ന പോലെ കണ്ടവരൊന്ന് വേവ് ചെയ്തേ കണ്ടോ. ദിസ് ഇസ് സിട്രസ് ക്യാങ്കർ. ഓക്കെ, ഫുഡ് പോയിസണിങ്ങിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഫുഡ് പോയിസണിങ്ങിന്റെ കാര്യത്തിനകത്ത് കൺസംപ്ഷൻ ഓഫ് സ്പോയിൽ ഫുഡ് ക്യാൻ ലീഡ് ടു എ കണ്ടീഷൻ കോൾഡ് ഫുഡ് പോയിസണിങ്. അതായത് സ്പോയിൽ ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോഴാണ് നമുക്ക് ഫുഡ് പോയിസണിങ് വരിക. സോ അതുകൊണ്ട് ഈവൻ നമുക്ക് എന്താ പറയുക, സീരിയസ് ആയിട്ടുള്ള ഡിസീസ് ഇൽനെസ് വരാം, അതുപോലെ ഡെത്തിലേക്ക് വരെ ലീഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ കഴിക്കുന്ന ഫുഡ് കറക്റ്റ് ആയിട്ട് പ്രിസർവ് ചെയ്ത് വെക്കുക. അതായത് സ്പോയിൽ ആയി പോയിട്ടുണ്ടെങ്കിലാണ് ഡിസീസ് വരിക. സ്പോയിൽ ആവാതെ പ്രിസർവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഫുഡ് പ്രിസർവേഷൻ മെത്തേഡ്സിനകത്ത് എന്താണ് പ്രിസർവേഷൻ നോക്കിക്കേടാ. സ്പോയിലേജ് of food is prevented using suitable chemicals or physical methods is called food preservation. അതായത് ഫുഡ് സ്പോയിൽ ആയി പോവാതെ കെമിക്കൽസ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഫിസിക്കൽ മെത്തേഡുകളൊക്കെ ഉപയോഗിച്ചിട്ട് ചീത്തയായി പോകരുത്, ഫുഡ് കേടായി പോവാതെ സൂക്ഷിക്കുന്നതിനെയാണ് ഫുഡ് പ്രിസർവേഷൻ എന്ന് പറയുക. ഓക്കെ ആണെങ്കിൽ ഒന്ന് വേവ് ചെയ്യും. ഫുഡ് പ്രിസർവേഷൻ സെറ്റ് അല്ലേ, മാർക്ക് ചെയ്ത് വെക്കണോട്ട്, ഇതൊക്കെ മാർക്ക് ചെയ്ത് വെക്കണേ. കെമിക്കൽ മെത്തേഡ്സിലേക്ക് വരും മക്കളെ. പ്രിസർവേറ്റീവ്സിനെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന കെമിക്കൽസിനെയാണ് പ്രിസർവേറ്റീവ് എന്ന് പറയാം. സോൾട്ട്, എഡിബിൾ ഓയിൽസ്, ആസിഡ്സ്, ഓക്കെ. അതുപോലെ ഇതൊക്കെ പിക്കിൾസ്, അച്ചാറിടുമ്പോൾ ഇതൊക്കെ ഇടാറില്ല മക്കളെ. സോൾട്ട് ഇട്ട് കഴിഞ്ഞാൽ മൈക്രോബ്സ് വരത്തില്ല ഇല്ലേ. ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ അവിടെ മൈക്രോ ഓർഗാനിസംസ് വളരത്തില്ല. അതുകൊണ്ട് നമുക്ക് സോൾട്ട് ഉപയോഗിക്കാം. എഡിബിൾ ഓയിൽസും ആസിഡ്സും ഒക്കെ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. സോഡിയം ബെൻസോയേറ്റ്, സോഡിയം മെറ്റാബൈസൾഫേറ്റ്, ഇതൊക്കെ നമ്മൾ മൈക്രോബ്സിനെതിരെ ഉപയോഗിക്കുന്ന പ്രിസർവേഷൻ വേണ്ടി ഉപയോഗിക്കുന്ന കെമിക്കൽസ് ആണ്. എല്ലാം പഠിച്ചൊന്നും വെക്കൊന്നും വേണ്ട. ഓക്കെ, ദെൻ ഇത് ആഡ് ചെയ്യുന്നത് എവിടെയാന്ന് നോക്കിക്കോട്ടോ. ജാമിലും സ്ക്വാഷിലും ഒക്കെയാണ് നമ്മൾ ഈ പറയുന്ന സോഡിയം മെറ്റാബൈസൾഫേറ്റും സോഡിയം ബെൻസോയേറ്റും. നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന നമ്മുടെ ആ ഒരു കണ്ടെയ്നറുള്ള ജാമും സ്ക്വാഷൊക്കെ കുറേ നാൾ കേടാവാതിരിക്കുന്നില്ലേ, അതിൽ ഈ പറഞ്ഞ കെമിക്കൽസ് ഇട്ട് പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് അത് കേടാവാതെ കുറേ നാൾ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നത്. പിന്നെ സാധാരണ നമ്മുടെ സോൾട്ടും ഷുഗറും വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പ്രിസർവ് ചെയ്യാൻ പറ്റും അല്ലേ. ഉപ്പ്, ഉണക്കമീൻ കഴിച്ചിട്ടുണ്ടാവും. ഉണക്കമീൻ കഴിച്ചിട്ടുള്ള ഡാറ്റ കാണിച്ച് ആ ഫിഷിനെ സോൾട്ട് ഇട്ട് വെച്ചിട്ട് എന്ത് ചെയ്യുക, പ്രിസർവ് ചെയ്തേക്കുവാണ്. ഇറ്റ് ഹാസ് ബീൻ യൂസ്ഡ് ടു പ്രിസർവ് ദ മീറ്റ് ആൻഡ് ഫിഷ് ഫോർ ഏജസ്. കുറേ നാൾ യൂസ് ചെയ്യാം. സോൾട്ടിങ് ഈസ് ഓൾസോ യൂസ്ഡ് ടു പ്രിസർവ് ദ ആംല, റോ മാംഗോസ്, ടമറിൻ. ഉപ്പ് ഇട്ട് വെക്കുന്ന നാരങ്ങ, നെല്ലിക്ക, പുളി, മാങ്ങ ഒക്കെ ഉപ്പിലിട്ട് വെക്കത്തില്ലേ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ഷുഗർ വെച്ചിട്ടാണെങ്കിലോ, ജാമ്, ജെല്ലീസ്, സ്ക്വാഷസ് ആർ പ്രിസർവ്ഡ് ബൈ ഷുഗർ. പഞ്ചസാര ഷുഗറിലിട്ട്
അല്ലെങ്കിൽ ഷുഗർ കൊണ്ട് പ്രിസർവ് ചെയ്യുന്നതാണ് ഈ പറയുന്ന ജെല്ലീസും ജാമും സ്ക്വാഷസും ഒക്കെ. ആൻഡ് മോയ്സ്ചർ കണ്ടന്റ് കുറയ്ക്കുകയാണ്. മോയ്സ്ചർ കണ്ടന്റ് കുറഞ്ഞു കഴിയുമ്പോൾ ബാക്ടീരിയയുടെ ഗ്രോത്ത് അത് കുറയും, അതുപോലെ ഫുഡ് അവിടെ സ്പോയിൽ ആയി പോകുന്നതിന് നമുക്ക് ഒഴിവാക്കാം. സോ ലാസ്റ്റ് വൺ വിനെഗർ ആണ്. പ്രിസർവേഷൻ ബൈ ഓയിൽ ആൻഡ് വിനെഗർ. ഓയിലും വിനെഗറും ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രിസർവേഷൻ ചെയ്യാം. ഇവിടെ ഏതാണ് പറഞ്ഞിരിക്കുന്നത്? പിക്കിൾസിന്റെ കേസിലാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പിക്കിൾസ് എൻവയോൺമെന്റിൽ നിന്നുള്ള ബാക്ടീരിയാസ് ഒക്കെ കയറി പിക്കിൾസ് സ്പോയിൽ ആവാതിരിക്കാൻ നമുക്ക് അതിൽ വിനീഗർ ഒഴിച്ച് വെക്കാൻ പറ്റും. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സും ഫിഷസും മീറ്റും ഒക്കെ നമുക്ക് എന്താ ഈ മെത്തേഡ്സിലൂടെ പ്രിസർവ് ചെയ്ത് വെക്കാം. ഓക്കെ ആണോ? വിനീഗർ പിക്കിളിൽ വിനീഗർ ഒഴിക്കുന്ന കണ്ടിട്ടുണ്ട്. അച്ചാർ ഉണ്ടാക്കുമ്പോൾ വിനീഗർ ഒഴിക്കാറില്ല, അത് ഇതുകൊണ്ട് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, ഇനി ഹീറ്റ് ആൻഡ് കോൾഡ് ട്രീറ്റ്മെന്റ്സ് തൽക്കാലം ഇവിടെ നിൽക്കട്ടെ. അതിനകത്ത് പാസ്ചറൈസേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ പ്രിസർവേഷൻ ബൈ ഓയിൽ ആൻഡ് വിനീഗർ വരെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തോളാം? വൃത്തിയായിട്ട് നോക്കിക്കോളാം. ഇത്രയും പോർഷൻസ് നിന്നായിരിക്കും നാളെ എക്സാം ഇടുന്നുണ്ടാവുക. ഇത്രയും പോർഷൻസ് എന്നല്ല, നിങ്ങൾ ഈ ചാപ്റ്ററിൽ നെക്സ്റ്റ് കിടക്കുന്ന കാര്യങ്ങളൊന്നും നോക്കിക്കുക മക്കള്. ഇതിൽ പാസ്ചറൈസേഷൻ എന്താണ് പഠിച്ചിട്ടുള്ള ഒരു ഡാറ്റ കാണിച്ച് ഓൾറെഡി നമ്മൾ റിവിഷൻ കഴിഞ്ഞതാ. ഇതിൽ പാസ്ചറൈസേഷന്റെ ടെമ്പറേച്ചർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പാസ്ചറൈസേഷൻ എന്താണെന്നുള്ളത് നോക്കി വെക്കുക. പാസ്ചറൈസേഷൻ ഇൻവെന്റ് ചെയ്ത സയന്റിസ്റ്റിന്റെ നെയിം ലൂയിസ് പാസ്ചർ അല്ലേ, അദ്ദേഹത്തിന്റെ പേരൊന്ന് പഠിച്ചു വെക്കുക. ദെൻ പാക്കേജിങ്ങിന്റെ കാര്യം അത് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സാധനമല്ല. നൈട്രജൻ ഫിക്സേഷന്റെ കാര്യം അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ പറഞ്ഞു റൈസോബിയത്തിന്റെ കാര്യം തന്നെ പറഞ്ഞു, നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയയുടെ കാര്യം അത് ഓൾറെഡി അറിയാവുന്നതാണ്, വായിച്ചു നോക്കിയാൽ മതി നിങ്ങൾക്ക്. ദെൻ ലാസ്റ്റ് ഒരു നൈട്രജൻ സൈക്കിളൂടെ കിടക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളെ ആകെ ഈ ചാപ്റ്ററിൽ നമുക്ക് പറയാനുള്ളൂ. നൈട്രജൻ സൈക്കിളൂടെ കഴിഞ്ഞ ഈ സംഭവം കഴിഞ്ഞു. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നാളെ എക്സാമിന് ഈ ഫുൾ ചാപ്റ്റർ ആ പാസ്ചറൈസേഷൻ വീട്ടിൽ നിന്ന് നോക്കാമെങ്കിൽ ഡാറ്റ കാണിച്ചേ. അപ്പോൾ 1ഉം 2ഉം നമ്മുടെ ബയോളജിയിലെ 1ഉം 2ഉം ചാപ്റ്റേഴ്സ് ആയിരിക്കും നാളെ എക്സാം വരുന്നുണ്ടാവുക. ഓക്കെ ആണെങ്കിൽ ഒന്ന് വേവ് ചെയ്തോ കേട്ടോ. സെറ്റ് അല്ലേ? ഓക്കെ, മറക്കരുത്. അപ്പൊ 2 ചാപ്റ്റേഴ്സും വീണ്ടും നിങ്ങൾക്ക് ഒന്നുകൂടി റിവൈസ് ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടിയേക്കുവാണ്. അപ്പൊ ഈ 2 ചാപ്റ്റേഴ്സും വൃത്തിയായിട്ടിരുന്ന് പഠിച്ചിട്ട് വേണം നാളെ വന്നിട്ട് എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ ആണോ? സെറ്റ് ആണെങ്കിൽ ഒരു കിടിലൻ ഡാറ്റ കാണിച്ചാൽ നമുക്ക് ഇന്നത്തെ ഫിസിക്സ് എക്സാമിലേക്ക് പോവാം. റെഡി അല്ലേ ഫിസിക്സ് എക്സാം എഴുതാനായിട്ട്? ഓക്കെ, അപ്പൊ വേഗം ബുക്സ് ഒക്കെ എടുത്ത് മാറ്റി വെച്ചോളൂ എല്ലാവരും. ദെൻ വേഗം പാരന്റ്സിനെ ഒക്കെ വിളിച്ചൊന്ന് അടുത്തേക്ക് ഇരുത്താം. ആൻഡ് ഓൾ ഓഫ് യു ഗെറ്റ് റെഡി ഫോർ ദി എക്സാം. ഓക്കെ, വേഗം ആയിക്കോട്ടെ കേട്ടോ. ഓക്കെ സോ